بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. പ്രിയപ്പെട്ട എന്റെ മക്കളെ, എംഎസ്എമ്മിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, മക്കളെ കുറിച്ച് ഏറെ പ്രതീക്ഷകൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന അവരുടെ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് സ്നേഹപൂർവം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ഒത്തുചേരൽ, ഇതിന്റെ പിന്നിലുള്ള എല്ലാ അധ്വാനങ്ങളും പ്രയത്നങ്ങളും പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന, സ്വർഗത്തിലെത്താൻ സഹായിക്കുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു സ്വീകരിക്കട്ടെ. വളരെ വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സദസ്സിന്റെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എണ്ണി എണ്ണി പറഞ്ഞാൽ കുറെ കാരണങ്ങൾ. രാവിലെ 8 മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കരുതിയത് സൂമിലോ ഗൂഗിൾ മീറ്റിലോ ആയിരിക്കും. അല്ല, നേർക്കുനേർ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ രണ്ടാമത് ചോദിച്ചത് 8 മണിക്ക് കുട്ടികളൊക്കെ എത്തുമെന്നാണ്. 8 മണിക്ക് എത്തണം. ഈ കോവിഡ് കാലത്ത് യാത്രകളൊക്കെ നിർത്തിവെച്ച കാലത്താണ്. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. 8 മണിക്ക് നമ്മുടെ മക്കൾ എത്തുമോ? എന്നോട് പറഞ്ഞു 8 മണിക്ക് എത്തും, നിങ്ങൾ 7:45 എത്തണം. ഞാൻ 7:45 എത്തി. ഞാൻ എത്തിയപ്പോ വിചാരിച്ചത് സംഘാടകരെ കണ്ടിട്ട് വർത്താനം പറയണോ, 8 മണിക്ക് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആരും എത്തിയിട്ടില്ലല്ലോ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു നിങ്ങൾ. ഞാൻ എത്തും മുമ്പേ ഇവിടെ ആളുകൾ എത്തി. നല്ല സദസ്സ്, അൽഹംദുലില്ലാ. എന്നെ സന്തോഷിപ്പിച്ച ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, ഒരത്ഭുതമാണ്. കാരണം പല അവസ്ഥകളിൽപ്പെട്ട ആളുകളോട് നമ്മൾ സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്ന സദസ്സുകളുടെ കൂട്ടത്തില് സംസാരിക്കാൻ ഏറ്റവും പ്രയാസമുള്ള സദസ്സുകളാണല്ലോ നിങ്ങൾ ഇരിക്കുന്ന ഈ സദസ്സാണ്. ആരോട് സംസാരിക്കാം? ലക്ഷങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിൽ പ്രയാസം ഉണ്ടാവാറില്ല. കാരണം ആ സദസ്സിലിരിക്കുന്ന ആളുകൾ, ഒട്ടുമുക്കാൽ ആളുകളും ഒരു 30-നോ 40-നോ ഒക്കെ മേലുള്ള ആൾക്കാരേക്കാണ്. ജീവിതത്തിന്റെ ഒരുപാട് ജീവിത വഴികളിലൂടെ കടന്നു വന്ന് മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയ ആളുകളാണ്. അവരോട് സംസാരിക്കാൻ എളുപ്പമാണ്. നമ്മൾ സംസാരിക്കുന്ന അവര് ശരിക്കും ഇങ്ങനെ കേൾക്കും. അത് അവർക്ക് ശരിക്കും ബാധിക്കും. അവരുടെ കണ്ണ് നിറയും, അവരുടെ മുഖം മ്ലാനമാവും, ചിലപ്പോ സന്തോഷമാവും ഒക്കെ ഉണ്ടാവും. ചെറിയ കുട്ടികളോട് സംസാരിക്കാൻ എളുപ്പമാണ്. ചെറിയ ഒരു കാര്യം പറഞ്ഞാൽ മതി, കുട്ടികൾക്ക് ഭയങ്കര കൗതുകം, താല്പര്യമാണ്. പക്ഷെ നിങ്ങള് അത് രണ്ടിനും പെട്ട വിഭാഗമല്ല. ഒന്ന്, ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ജീവിതാനുഭവങ്ങൾ നിങ്ങളെ പരുവപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും സംസാരിക്കാൻ പ്രയാസമുള്ള ഒരു സദസ്സിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അത്തരം ഒരു സദസ്സിലേക്ക് വന്നെത്താൻ നിങ്ങൾ കാണിച്ച ഈ താല്പര്യം ഉണ്ടല്ലോ, അത്ഭുതമാണ്. ഇത്ര കുട്ടികളെ, ഈ പ്രായത്തിന്റെ ഈ കാറ്റഗറിയിലുള്ള ഇത്ര കുട്ടികളെ ഈ 8 മണിക്ക് ഇങ്ങനെ ഒരു മതപരമായ കാര്യം പറയാൻ സാധിക്കുന്ന ഒരു സദസ്സിൽ എത്തിക്കുക എന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അത് കോട്ടക്കൽ മേഖലയിലെ എംഎസ്എമ്മുകാർക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ താല്പര്യങ്ങളെ,
നിങ്ങളുടെ ഈ ശ്രമങ്ങളെ എക്കാലത്തും നിലനിർത്തട്ടെ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ പ്രദേശത്തെ എംഎസ്എമ്മിന്റെ ഭാരവാഹികളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാനും അനുമോദിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ ഇതുപോലെ തുടരണമെന്ന് അവരെ അറിയിക്കുവാനും ഈ സഭയെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ രണ്ട് വിഭാഗം ശ്രോതാക്കളുണ്ട്. ഒന്ന് രക്ഷിതാക്കളാണ്, ഒന്ന് മക്കളാണ്. ഞാനിപ്പോ ആദ്യമായി സംസാരിക്കുന്നത് മക്കളോടാണ്. രക്ഷിതാക്കൾ തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ മതി, കേൾക്കാത്തത് പോലെ. കാരണം അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കാനുള്ള കാരണം ഈ ഒരു ഒരുമിച്ച് കൂടൽ മുഴുവനും നമ്മുടെ കുട്ടികളുടെ ശ്രമഫലമാണ്. എംഎസ്എമ്മിന്റെ കീഴാണ്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ എംഎസ്എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ചോദിച്ചത്, എന്താണ് ഈ ക്യാമ്പയിൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ തലക്കെട്ടോട് കൂടിയ ഉമ്മയെയും പാപ്പയെയുമാണ് എനിക്ക് ഇഷ്ടം, അവരുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് നമ്മുടെ രാജ്യത്തെ മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം എംഎസ്എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ കുട്ടികളെ ഈ രംഗത്ത് പ്രവർത്തിക്കുവാൻ അവരെ സ്വയം സജ്ജരാക്കുന്നല്ലോ. ഇവിടെ സ്വാഗതം പറഞ്ഞത്, അധ്യക്ഷ വഹിച്ചത്, അതേപോലെ ഈ പ്രോഗ്രാമിന്റെ മുഴുവൻ കൺട്രോളിങ്ങും അതിന്റെ സംഘാടനവും അതിന്റെ രൂപരേഖയും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ, മുതിർന്ന ആളുകളുണ്ട്, അവർ കാവൽക്കാരായി അപ്പുറത്ത് നിൽക്കുക. നിങ്ങളാണ് ഈ വേദി ഒരുക്കിയതും, നിങ്ങളാണ് നിങ്ങളെ വിളിച്ചുകൂട്ടിയതും, നിങ്ങളാണ് ഈ പ്രോഗ്രാമിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരും. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ സമയമെടുക്കുന്നത്. എന്റെ സംസാരം ആകപ്പാടെ 1 മണിക്കൂറിൽ താഴെയായിരിക്കും ഇൻഷാ അല്ലാഹ്. കാരണം ഈ കോവിഡ് കാലത്ത് ദീർഘമായ സംസാരങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും കുറച്ച് സമയം ഇരിക്കാൻ കഴിയുള്ളൂ. ഒരുപാട് ചിന്തകളും ഒരുപാട് പ്ലാനിങ്ങോടും കൂടിയാണ് പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നത്. അതൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും എംഎസ്എം നിങ്ങളുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും എതിരാവുകയില്ല. ഞാനും അങ്ങനെ എതിരാവുന്ന ഒരാളല്ല. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ, നിങ്ങൾക്ക് മടുപ്പുണ്ടാവാത്ത ഒരു സമയത്തിൽ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ഓതി വെച്ച ഒരു ആയത്ത്, ആ ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം ആരംഭിക്കാം. സൂറത്ത് വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇൻ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. വിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനമാണ്. ഞാൻ എന്റെ നാട്ടില് ഒരു കുട്ടിക്ക്, ചെറിയ 3 വയസ്സുള്ള കുട്ടിക്ക് ഒരു ലുക്കീമിയ, ഒരു വളരെ മാരകമായ ഒരു രോഗം ബാധിച്ചു. അപ്പോ ഈ കുട്ടിയെ അത് രോഗവ്യക്തി വൈകിയ ശേഷമാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുക എന്നത് ഏകദേശം നമ്മുടെ നാട്ടിലെ ചികിത്സാ സംവിധാനം അനുസരിച്ച് തിരിച്ചു കിട്ടുക എന്നത് അസാധ്യമായ ഒരു സമയത്താണ് ആ കുട്ടിയുടെ രോഗം തിരിച്ചറിഞ്ഞത്. കുട്ടിയുടെ മാതാപിതാക്കൾ, പിതാവ് പ്രവാസിയാണ്, വലിയ വരുമാനമില്ല, ഒരു സാധാരണയിലുള്ള ഒരു പ്രവാസി ജോലിക്കാരനാണ്, അതിൻ്റെതായ വരുമാനമുണ്ട്, കുടുംബവും അവിടെയാണ് പാർക്കുന്നത്. ഈ കുട്ടിയുടെ രോഗം തിരിച്ചറിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ വൈദ്യശാസ്ത്രം സാധാരണ പോലെ പറഞ്ഞത്, നമ്മുടെ ഇവിടെ ഇതിന്റെ ചികിത്സ അസാധ്യമാണ്, ഇത്തിരിയെങ്കിലും ചികിത്സ ലഭിക്കണമെങ്കിൽ വെല്ലൂരിലേക്ക് പോകണം, വെല്ലൂരിലേക്ക്. അങ്ങനെ ഈ കുട്ടിയുടെ മാതാപിതാക്കള് വെല്ലൂരിലേക്ക് പോയി കുട്ടിയെ ചികിത്സിക്കാൻ തീരുമാനിക്കാൻ. അങ്ങനെ അവിടെ ചികിത്സിക്കുമ്പോൾ ദീർഘമായ ചികിത്സയാണ്. അവിടെ ഒരു തൽക്കാല താമസ സംവിധാനം ഒരുക്കി. കുട്ടിയുടെ മാതാവും കുട്ടിയും അവിടെയും, പിതാവ് വിദേശത്താണ്, അവിടെ ജോലി ചെയ്താലേ പണം കിട്ടുള്ളൂ. അദ്ദേഹം വിദേശത്ത് ജോലിയാണ്. ശമ്പളം കിട്ടുമ്പോ 2-3 ദിവസത്തെ ലീവ് എടുത്ത് അദ്ദേഹം വെല്ലൂരിലെത്തും. പണം മുഴുവനും അവിടെ മാതാവിനെ എത്തിക്കും. ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകും. അങ്ങനെ ആ പ്രക്രിയ തുടർന്നു പോകണം. അവർ വെല്ലൂരിൽ താമസിക്കണം കുട്ടിയെ. അങ്ങനെ ചികിത്സയുടെ അവസാന ഭാഗത്തെത്തിയപ്പോ ഡോക്ടർമാർ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി. കുട്ടിയുടെ ജീവിതത്തിൽ ആ മാരകമായ രോഗത്തിന്റെ അടയാളങ്ങൾ പതുക്കെ അപ്രത്യക്ഷമാവുകയും ആ കുട്ടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു എന്നുള്ളത് ആ മാതാപിതാക്കളെ വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചു. കാരണം കൈവിട്ടുപോയ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷം വല്ലാത്ത സന്തോഷിക്കാറുണ്ട്. അങ്ങനെ ഈ മാതാപിതാക്കൾ വലിയ സന്തോഷത്തിലായി. രോഗം ഏകദേശം ഭേദമാകിയ ഒരവസ്ഥയിൽ ഡോക്ടർമാർ പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കോളി,
ഒരു 6 മാസം കൂടുമ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു ചെക്കപ്പ് നടത്തിയാൽ മതി. വേറെ പ്രയാസങ്ങളൊന്നുമില്ല. വലിയ സന്തോഷമായി. കുട്ടിക്ക് ഒരു 3-4 വയസ്സായി. അങ്ങനെ കുട്ടി സാധാരണ ജീവിതത്തിലേക്ക് വന്നു. കുടുംബമൊക്കെ വലിയ സന്തോഷത്തിലായി. ആ കുട്ടിക്ക് ശേഷം രണ്ടാമത്തെ ഒരു കുട്ടി ആ കുടുംബത്തിലേക്ക് വന്നു. വലിയ സന്തോഷം തന്നെ. അങ്ങനെ ഇരിക്കുമ്പോ ചില പരിശോധനകളൊക്കെ കുറച്ച് കാലൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞപ്പോ പിന്നെ പരിശോധിച്ച ഡോക്ടർമാര് വല്ലാതെ പ്രയാസത്തിലായി. കാരണം ഈ കുട്ടിയിലേക്ക് രോഗം തിരിച്ചു വന്നിരിക്കുന്നു. ആ മാരക രോഗം ഈ കുട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു മാത്രമല്ല, രോഗം തിരിച്ചു വന്നു എന്ന് അറിഞ്ഞതിന്റെ 6ാമത്തെ ദിവസം ആ കുട്ടി മരിച്ചു. രോഗം തിരിച്ചു വന്നു എന്ന് ആ മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുമ്പേ, ഞങ്ങളുടെ കുട്ടി രോഗിയാണ്, ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാൻ പ്രയാസമാണ് എന്ന ഒരു ചിന്ത അവരിലേക്ക് എത്തും മുമ്പേ 6ാമത്തെ ദിവസം ആ കുട്ടി മരിച്ചു. ആ കുട്ടി മരിച്ചിട്ട് ആ കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പോ കൂടെയുള്ള വീട്ടുകാരൊക്കെ ഇങ്ങനെ പിന്നെ ബേജാറ് വേമ്പേ മയ്യത്ത് എടുക്കണം. കാരണം ഈ കുട്ടിയിൽ ചെറിയ രൂപത്തിലുള്ള ബ്ലീഡിങ് ഉണ്ട്, മൂക്കിലൂടെയൊക്കെ ബ്ലഡ് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മയ്യത്ത് എടുക്കുക തീരുമാനം. അങ്ങനെ ഒരു 4-5 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയുടെ മയ്യത്ത് എടുക്കാൻ വേണ്ടി മയ്യത്ത് കട്ടിലൊക്കെ കടത്തിയിട്ട് ആ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോ ഉള്ളിൽ നിന്ന് ഭയങ്കര കരച്ചില് വീടിന്റെ ഉള്ളിൽ നിന്ന്. അപ്പോ ആ കരച്ചിലിന്റെ കൂടെ പുറത്തു വന്ന ശബ്ദം, എനിക്കെന്റെ കുട്ടിയെ ഒന്നുകൂടി ഒന്ന് കാണണം, എനിക്കെന്റെ കുട്ടിയെ ഒന്നുകൂടെ ഒന്ന് കാണണം. കരഞ്ഞത് ഉമ്മയാണ്. അപ്പൊ ആൾക്കാർ പറഞ്ഞു വേണ്ട, ഓണങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ നേരായി, സമയം വൈകിട്ട് നമുക്ക് എടുക്കുക. ഞാൻ പറഞ്ഞു വേണ്ട. ഒരു ഉമ്മ, ഒരു കുട്ടിയെ നൊന്തു പ്രസവിച്ച ഉമ്മ, ആ കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി മറ്റൊരു നാട്ടിൽ പോയി ആശുപത്രിയിൽ കാലങ്ങളോളം തപസ്സിരുന്ന ഒരു ഉമ്മ, ഈ കുട്ടിയുടെ ജീവിതത്തിന്റെ ഓരോ കണ്ണിമയുടെ അനക്കവും ശ്രദ്ധാപൂർവ്വം നോക്കി ആ കുട്ടിക്ക് വേണ്ടി ജീവൻ പകുത്തു കൊടുത്ത് ജീവിച്ച ഉമ്മയാണ് പറയുന്നത്, എന്റെ മകന്റെ മുഖം ഒന്നുകൂടി ഒന്ന് കാണണം, കാണിച്ചു കൊടുക്കണം. ആളുകൾക്ക് അതൃപ്തിയായി. എന്നാലും ഞാൻ പറഞ്ഞാൽ ആളുകൾ ആയിക്കോട്ടെ. മയ്യത്ത് കട്ടിൽ നിരത്തി വെച്ചു. ആ മയ്യത്ത് കട്ടിൽ വീണ്ടും തുറന്നു. ആ കുട്ടിയുടെ തലഭാഗത്തെ മയ്യത്തിന്റെ തുണി കെട്ടിയ കെട്ട് ഞാനാണ് അഴിച്ചത്. അത് അഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ജനങ്ങൾ സ്തുതി കൂട്ടുന്നത്. ആ കുട്ടിയുടെ മുഖത്ത് വെച്ച പഞ്ഞിയിൽ ചോര പടർന്നിട്ടുണ്ട്. ഞാൻ ആ പഞ്ഞി പതുക്കെ മാറ്റി ആ പഞ്ഞി കൊണ്ട് കുട്ടിയുടെ മുഖമൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ ആ ഉമ്മാനെ വിളിച്ചു. ഉമ്മ വന്നു. കുട്ടിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. പിന്നെ ഉമ്മ ആ മയ്യത്ത് കട്ടിലേക്ക് കമിഴ്ന്നു പോന്നു. ആ ഉമ്മനെ കണ്ട് മറിച്ചിട്ട് കിട്ടുന്നില്ല. ആളുകളൊക്കെ എന്നെ കുറ്റപ്പെടുത്തി. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വേണ്ട നിങ്ങളെന്താ വേണ്ടത് പറഞ്ഞിട്ട് സാരല്ല. ഞാൻ പറഞ്ഞ ഉമ്മയല്ലേ, വേറെ ഉമ്മയല്ലേ, ഉമ്മ കാണട്ടെ, ഉമ്മ കരയട്ടെ. ഒരുപാട് കരഞ്ഞ ഉമ്മയല്ലേ, ഒരുപാട് നനഞ്ഞ കണ്ണുകളല്ലേ, ആ മുഖങ്ങൾ കുറച്ചു നേരം കൂടി ഒന്ന് പരസ്പരം ഒട്ടിക്കിടക്കട്ടെ. പിന്നെ ഞാൻ ആ ഉമ്മയെ പതുക്കെ പിടിച്ചപ്പോ എന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് ആ ഉമ്മ എന്നോട് ചോദിച്ചു, സാറേ ഇനി എന്റെ കുട്ടിയുടെ മുഖം ഞാൻ എപ്പോഴെങ്കിലും കാണും. വല്ലാത്ത ചോദ്യമല്ലേ. ഒരു ഉമ്മ, നൊന്തുപെറ്റ ഉമ്മ, മരിച്ചു കിടക്കുന്ന തന്റെ മകന്റെ മുമ്പിൽ വെച്ച ചോദ്യം നമ്മളോട് അങ്ങനെ ചോദിച്ചാൽ വല്ലാത്ത ചോദ്യം. ഇനി എന്റെ മുഖം, എന്റെ മകന്റെ മുഖം ഞാൻ എപ്പോഴെങ്കിലും കാണും. ഞാൻ എന്ത് മറുപടി പറയണം അറിയാതെ, എന്ത് മറുപടി പറയണം, ഒരു സാധാരണ ഒരു സമാധാനത്തിന്റെ സാരമില്ല എന്ന വാക്കിന് ഒരു പ്രസക്തിയും ഇല്ലാത്ത സമയത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു അത്ഭുതം പോലെ എന്റെ മനസ്സിലേക്ക് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൂടി വന്നത്. ഒരു വല്ലാത്ത ഓർമ്മയായി ആ ആയത്ത് എന്റെ മനസ്സിലേക്ക് ഇറങ്ങി വന്നു. വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതഹും ബിഈമാനി അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും. എന്താ അർത്ഥം പറയുന്നത്? സത്യവിശ്വാസികളായ ആളുകൾ, ഈമാൻ സ്വീകരിച്ച് ഈമാനോടുകൂടി ജീവിച്ച് മുഅ്മിനീങ്ങളായിട്ട് ജീവിച്ച് മരിക്കുവാൻ ഭാഗ്യം കിട്ടുന്ന ആളുകൾ, അവരുടെ മക്കളെ, ആ മക്കളും സ്വർഗാവകാശികളായാൽ അല്ലാഹു ആ മാതാപിതാക്കൾക്ക് ആ മക്കളെ സ്വർഗത്തിൽ വെച്ച് തിരിച്ചു കൊടുക്കും. സ്വർഗത്തിൽ വെച്ച് ആ മക്കളെ അല്ലാഹു മാതാപിതാക്കൾക്ക് ചേർത്ത് കൊടുക്കും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്. ഈ കുട്ടി ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടികൾ മരണപ്പെട്ടാൽ അവർ സ്വർഗത്തിലാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചെറിയ ഒരു കുട്ടി മരണപ്പെട്ടാൽ ആ കുട്ടി നമ്മുടെ സ്വർഗത്തിലാണ്. കാരണം അവൻ ഒരു പാപവും ചെയ്യാതെ, നമ്മള് ഹജ്ജിന്റെ പ്രതിഫലം പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്തായാലും സ്വീകാര്യോഗ്യമായ ഹജ്ജ് ഒരാൾ ചെയ്താൽ അയാൾക്കുള്ള പ്രതിഫലം എന്താ? ജനിച്ചു വീണ കുട്ടിയെ പോലെയാണ് അയാൾ എന്ന് പറഞ്ഞാൽ സകല പാപങ്ങളും കൊടുക്കപ്പെട്ട് നിഷ്കളങ്കമായ ഒരു കുട്ടി, ആ കുട്ടി സ്വർഗത്തിലാണ്. അപ്പൊ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് പ്രകാരം നമ്മുടെ ഈ കുട്ടിയുടെ യാത്ര അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്.
അല്ലാഹു തആല നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈമാനോടുകൂടി ജീവിച്ച് സ്വർഗത്തിലെത്താനുള്ള യോഗ്യത നേടിയാൽ നമ്മുടെ ഈ മക്കളെ അല്ലാഹു തആല നമുക്ക് തിരിച്ചു തരും. അതുകൊണ്ട് ഈമാനുള്ളവളായി ജീവിക്കാൻ ശ്രമിക്കണം ഉമ്മ. ആ ഉമ്മ എന്റെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുകെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എങ്കിൽ മയ്യത്ത് എടുത്തുകൊള്ളുക, ഇനി താമസിപ്പിക്കണ്ട, എന്റെ കുട്ടിയെ സ്വർഗത്തിൽ വെച്ച് ഞാൻ തിരിച്ചെടുക്കും, എന്റെ കുട്ടിയെ സ്വർഗത്തിൽ വെച്ച് ഞാൻ തിരിച്ചെടുക്കും. അതൊരു പ്രതിജ്ഞയായിരുന്നു, അതൊരു തീരുമാനമായിരുന്നു. ആ ഉമ്മക്ക് അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ, നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ഈ വർത്തമാന കാലത്തുള്ള പേടി എന്താണെന്ന് നിങ്ങൾ, ഞാൻ ആ പേടി ആദ്യം പങ്കുവെച്ചുകൊണ്ട് എന്റെ സംസാരം ആരംഭിക്കാം. എനിക്ക് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. ഞങ്ങളെ പോലത്തെ മാതാപിതാക്കൾ ഈ വർത്തമാന കാലത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പേടി, ഞങ്ങളുടെ കുട്ടികൾ പതുക്കെ പതുക്കെ ഞങ്ങളുടേതല്ലാതാകുന്നു. എങ്ങനെ? ഞങ്ങളുടെ കുട്ടികൾ പതുക്കെ പതുക്കെ ഞങ്ങളുടേതല്ലാതാകുന്നു. അവർ മറ്റാരുടേതോ ആകുന്നു. ഞങ്ങളെക്കാളേറെ മറ്റാരെയോ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ വാക്കുകളെക്കാളേറെ മറ്റാരുടെയോ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയത്തെക്കാളേറെ അവർ മറ്റാർക്കോ വേണ്ടി സമയം ചെലവഴിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളേറെ അവർ മറ്റാരെയോ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വേദനകളിൽ കണ്ണു നിറയ്ക്കുന്നതിനേക്കാളേറെ അവർ മറ്റാരുടെയോ വേദനകളിൽ കണ്ണു നിറക്കുന്നു. അവർ പതുക്കെ പതുക്കെ ഞങ്ങളുടേതല്ലാതാകുന്നു. നിങ്ങള് നമ്മുടെ കമലാദാസിന്റെ മിഡിൽ ഏജ് എന്ന പ്രസിദ്ധമായ ഒരു കവിത ഉണ്ട്, ഇംഗ്ലീഷിലാണ് ആ കവിത. അതിന്റെ മലയാളം വിവർത്തനം ലഭ്യമാണ്. ആ കവിതയിൽ മാധവിക്കുട്ടി പറഞ്ഞു വെക്കുന്ന ഒരു സംഗതിയുണ്ട്. മാതാപിതാക്കൾക്ക് വയസ്സായി തോന്നൽ എപ്പോഴാണെന്നറിയും? മാതാപിതാക്കൾക്ക് വയസ്സായിക്കുന്നത് തോന്നൽ എപ്പോഴാണെന്നറിയും? അത് 10-25 വയസ്സായി, മുടിയൊക്കെ നിറച്ച്, തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ്, എല്ലുകളൊക്കെ വളഞ്ഞ്, മുട്ടുകാലൊക്കെ തേഞ്ഞ്, നടക്കാൻ വയ്യാതെ പൊക്കിക്കുഴച്ച്, ശ്വാസം മുട്ടി, അങ്ങനെ കിടച്ചു പോകുന്ന ഒരു സമയത്താണ് സാധാരണ മനുഷ്യന്മാർ പറയാ വയസ്സയക്കുന്നത്. അയാൾക്ക് വയസ്സായില്ലേ, പ്രായമായ ആളാണ്. എന്നാൽ ഒരു മാതാപിതാക്കൾക്ക് പ്രായമാവും എപ്പോഴായത്? മക്കൾ പറയാണ് ഉമ്മാനോട് ഉപ്പാനോട്, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങളൊപ്പം ഞാനില്ല, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങളൊപ്പം ഞാനില്ല എന്ന് മക്കൾ പറയുന്ന ഒരവസ്ഥ വന്നാൽ മാതാപിതാക്കൾ മനസ്സിലാവണം, എനിക്ക് വയസ്സായിട്ടുണ്ട്, എന്റെ കൂടെ പോരാൻ എന്റെ മക്കൾ ഇഷ്ടപ്പെടുന്നില്ല. ഇടമലകള് പണ്ട് ആ കുട്ടിയെ കിടക്കയിൽ കിടത്തിയിട്ട് രാവിലെ അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കാൻ പോകാൻ വേണ്ടി ആ ഉമ്മ കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പാട് നിന്നല്ലോ. കുട്ടിനേക്ക് ഉമ്മ എണീറ്റാ കുട്ടിക്കാരി, ആ ഉമ്മ അവിടെ ഇങ്ങനെ കിടന്ന കുട്ടി ചിരിച്ച് കളിച്ച് കയ്യും കാലൊക്കെ മേലേക്ക് എറിഞ്ഞിട്ട് ഓരങ്ങനെ കളിച്ച് ചിരിച്ച് കിടക്കുക. ഉമ്മ എണീറ്റാ കുട്ടിക്കാരി. ഉമ്മാക്കാണെങ്കിൽ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കണം, വീട്ടിൽ വേറെ ആൾക്കാരുണ്ട്. ഉമ്മ എല്ലാം എണീക്കും കുട്ടിക്കാരി. ഉമ്മ പതുക്കെ സോമേശ്വരന് പിന്നെ എണീക്കും കുട്ടിക്കാരി. അടുത്ത പോയി കിടക്കും. അവസാനം ഉമ്മ പതുക്കെ കുട്ടി അറിയാതെ എണീക്കാൻ വേണ്ടി ഉമ്മ പതുക്കെ എണീറ്റിട്ട്, അങ്ങനത്തെ ഒരു സ്ലോ മോഷൻ ഒന്നും ജീവിതത്തിൽ ഒരാൾ നടത്തിയേക്കില്ല. എന്നിട്ട് അവിടെ പതുക്കെ ഒരു കരയിനെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉമ്മ മെല്ലെ വേഗത്തിൽ പോയി കുട്ടിക്കാരന്റെ ഉമ്മ മുട്ട വരും. പതുക്കെ ഉമ്മ അടുക്കളയ്ക്കെത്തോ, കുട്ടി അറിഞ്ഞിട്ടില്ല അല്ലെ? അങ്ങനെ ആ ഉമ്മ കൂടെ ഉണ്ടാവണമെന്നും, ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എങ്ങോട്ടാണെങ്കിലും ആ ഉമ്മാന്റെ കൈ പിടിച്ച് കൂടെ ഉണ്ടാവാൻ ശാഠ്യം പിടിച്ച് കരഞ്ഞ മക്കൾ, ആ മക്കളൊന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഉമ്മി പാപ്പി ഒപ്പം പോകണമെന്ന് വാശി പിടിച്ച മക്കള് ഒരു നാൾ പറയാണ്, ഉമ്മ നിങ്ങളെ കൂടെ ഞാനില്ല എന്ന് മക്കള് പറയുന്ന ഒരു സമയം വന്നാൽ ആ മാതാപിതാക്കൾ മനസ്സിലാക്കിക്കൊള്ളണം, വയസ്സായിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്, എന്റെ മക്കൾക്ക് ഞാൻ വേണ്ടാത്തവനായി മാറുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമാണ് ബാപ്പാക്കുപ്പാക്ക് തോന്നുക, എന്റെ മക്കൾക്ക് ഞാൻ വേണ്ടാത്തവനായിട്ടുണ്ട് എന്ന് മക്കൾക്ക് തോന്നുന്ന, ആ മക്കൾക്ക് തോന്നിയിട്ടുണ്ട് എന്ന് മാതാപിതാക്കൾ അറിയുന്ന ആദ്യത്തെ നിമിഷമുണ്ടല്ലോ, ഒരു മാതാവിന്റെ പിതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാകുന്നത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെയാണ് ഞങ്ങൾ പേടിക്കുന്നത്.
നിങ്ങൾ പെട്ടെന്നാണ് ഞങ്ങളുടേതല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു 40-50 വയസ്സാകുമ്പോ വീട്ടിൽ നിന്ന് വേറെ വീട് വെച്ച് വേറെ പോയിട്ട് പാർക്കുന്ന മക്കൾ സമൂഹത്തിന്റെ ഭാഗം. പക്ഷെ 8-9 വയസ്സാകുമ്പോഴേക്ക് മാതാപിതാക്കളെ ഭാരമായി തോന്നുന്ന, മാതാപിതാക്കൾ ശല്യമായി തോന്നുന്ന, മാതാപിതാക്കൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരു തലമുറയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്തല്ലോ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നേയില്ല. കാരണം നിങ്ങൾ ഞങ്ങളുടെ ജീവനാണ്. ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയും? ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയും? ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ദേഷ്യത്തോടു കൂടി നോക്കാൻ കഴിയും? ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ആക്ഷേപിക്കാൻ കഴിയും? കഴിയില്ല മക്കളെ. കാരണം അത്രമേൽ വേദന സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ജന്മം നൽകിയതും നിങ്ങളെ വളർത്തിയതും. ഒരു 5 മക്കളെ പ്രസവിച്ച 5 മക്കളും പെൺകുട്ടിയായതിന്റെ പേരിൽ ഭർത്താവിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഇപ്പോഴും ഏറ്റുവാങ്ങുന്ന ഒരു ഉമ്മാനെ എനിക്ക് പരിചയം. 5 മക്കളെയാണ് ആ ഉമ്മ പ്രസവിച്ചത്. ആ 5 മക്കളും പെൺമക്കളാണ്. ആ പെൺമക്കളായതിന്റെ പേരിൽ ഭർത്താവിൽ നിന്ന് ഈ ഉമ്മക്ക് വലിയ പ്രയാസങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രസവത്തിന്റെ ബുദ്ധിമുട്ട് പ്രസവിച്ചവർക്ക് അറിയാം, നമ്മളത് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, വൈദ്യശാസ്ത്രം പറഞ്ഞത് മരണമാണ് ലോകത്തിലെ ഏറ്റവും വേദനയുള്ള ഏർപ്പാട്. ആ മരണം കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുള്ള പരിപാടി പ്രസവമാണെന്നാണ് ഞാൻ കേട്ടത്. നമ്മുടെ ഉമ്മമാരൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവൂലേ? ആ 5ാമത്തെ കുട്ടിയെയും പ്രസവിച്ച ആ ഉമ്മയോട് ഞാൻ ചോദിക്കേ, ഉമ്മ ഇത്ര പ്രയാസമാണ് പ്രസവത്തിന്, ഇത്ര വേദനയാണ് പ്രസവത്തിന്, അതൊക്കെ അറിഞ്ഞിട്ടും 5ാമത്തെ കുട്ടിയെയും ഗർഭം ധരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? അങ്ങനെ ഒരു വേദന, ഒരിക്കൽ വേദന നമ്മൾ സഹിച്ചാല് 2ാമത് ആ വേദന സഹിക്കേണ്ടി വരുമ്പോ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ നോക്കൂലേ? ഒരു ഇഞ്ചക്ഷൻ പോലും നമുക്ക് പേടിയാ അല്ലേ? അപ്പോ ഈ ഉമ്മ എന്നോട് പറഞ്ഞു, എടാ ശാക്കരെ, കണക്കറിയോ, പ്രസവം എന്നത് എളുപ്പമല്ല. കുട്ടി നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്നു എന്നറിയുന്ന 1ാമത്തെ ദിവസം മുതൽ ആ ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു കണക്കൂല. ഖുർആൻ പോലും ആ പ്രയാസത്തെ എടുത്തു പറഞ്ഞില്ലേ, വഹ്നനലാ വഹ്നി. ഓ, അത് വല്ലാത്ത പ്രയാസം. വഹ്നനലാ വഹ്നി, പ്രയാസത്തിന്റെ മേൽ പ്രയാസം. അത്രയും സഹിച്ചുകൊണ്ട് വലിയ പ്രയാസം തന്നെയാണ്. എന്താ ഉമ്മ പറയാണ്, പക്ഷേ ശാക്കരെ, എന്ത് പ്രയാസാണെങ്കിലും പ്രസവം കഴിഞ്ഞ് ആ കുട്ടിയെ തോത്തി തുടച്ച് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് മാറ്റി കിടത്തിയിട്ട് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക്, അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാ ഒരു സന്തോഷമുണ്ട്. ആ ഒരൊറ്റ നിമിഷത്തിന്റെ സന്തോഷം മതി മാസങ്ങളോളം അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ നമ്മൾ മറന്നു പോകണം. ആ ഒരു കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ചയാണ് വീണ്ടും വീണ്ടും ഈ വേദനയുടെ ഗർഭധരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോ കരയാനല്ലാതെ മറ്റൊന്നും കഴിയില്ല. കാരണം നമ്മുടെ ഓരോ സുഖങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓരോ ക്ഷേമങ്ങൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മക്കളെ അത് രേഖപ്പെടുത്താൻ ഒരു ഏകകം, ഒരു സെന്റിമീറ്ററോ കിലോഗ്രാമോ മില്ലിമീറ്ററോ ഏതെങ്കിലും ഒരു ഏകകത്തിൽ നമ്മുടെ ഉമ്മാന്റെ വാപ്പാന്റെ നമുക്ക് വേണ്ടി അനുഭവിച്ച ആ വേദന അനുഭവപ്പെടുത്താൻ ഒരു യൂണിറ്റ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു നമ്മുടെ ഉമ്മി വാപ്പി അനുഭവിച്ച പ്രയാസത്തിന്റെ ആഴത്തെ. പക്ഷേ മക്കളെ, പലപ്പോഴും നിങ്ങൾ അറിയാതെ പോകുന്നുണ്ട് അല്ലേ? പ്രണയിച്ച ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി തയ്യാറായി വന്ന മകൾ, ആ മകളെ കെട്ടിപ്പിടിച്ച് കാല് പിടിച്ച് പോകരുതെന്ന് ആർത്തു പിടിച്ച് കരയുന്ന അമ്മ, ആ ഉമ്മയുടെ കൈ തട്ടി മാറ്റി ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് നടന്നു പോകുന്ന ഒരു മകൾ വർത്തമാനകാലത്തിന്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിലെ. എന്തിനു നീ നിന്റെ മാതാപിതാക്കളെ അവഗണിച്ച് ഇവന്റെ കൂടെ പോകുന്നു എന്ന ചോദ്യത്തിന് ആ മകൾ കൊടുത്ത മറുപടി, 1 കൊല്ലമായി ഈ ചെറുപ്പക്കാരനും ഞാനും പ്രണയത്തിലാണ്. 1 കൊല്ലമായി ഞങ്ങൾ പ്രണയത്തിലാണ്, പിരിയാൻ കഴിയില്ല. 20 കൊല്ലം ആ മകളെ ജീവനക്കാളേറെ പ്രണയിച്ച മാതാപിതാക്കളുടെ പ്രണയത്തെ അവൾ അറിഞ്ഞില്ല. ആ സ്നേഹത്തെ അവൾ അറിഞ്ഞില്ല. ആ സ്നേഹത്തിന്റെ ആഴം അവൾ അറിഞ്ഞില്ല. അവൾ ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ കിട്ടും. പ്രണയിക്കുന്ന കാമുകന് ഇങ്ങോട്ട് കിട്ടുന്ന സ്നേഹത്തിന്റെ അത്ര തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒട്ടുപോകും. പക്ഷെ നമ്മൾ ഇത്തിരി പോലും സ്നേഹം തിരിച്ചു കൊടുക്കാൻ കിട്ടും. നമ്മളെ സ്നേഹിക്കുവാൻ മാത്രം തയ്യാറായ ആ മാതാപിതാക്കളുടെ സ്നേഹം അറിയാതെ അവരുടെ സ്നേഹത്തെ തട്ടിമാറ്റി നമ്മൾ നടന്നു പോകുമ്പോ, പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും പേടിക്കുകയാണ്, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടേതല്ലാതായി മാറുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം അങ്ങനെയാണ്.
നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അങ്ങനെയാണ്. നിങ്ങൾ ജീവിക്കുന്ന ലോകം അത്രമേൽ ഭയാനകമായ. അപ്പൊ ഇതൊരു ക്ലാസ് റൂം ആണ് വിചാരിച്ചു. ഇതൊരു ക്ലാസ് റൂം. ഈ ക്ലാസ് റൂമിന്റെ ചുമലുകളൊക്കെ ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ലാസ് റൂമിലെ ചെയറുകളൊക്കെ ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വിചാരിക്കാം. ഒക്കെ ഇരുമ്പാണ്, ലോഹ നിർമ്മിതമാണ്. ഈ ക്ലാസ് റൂമിലേക്ക് മുഴുവനും വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ട്. ക്ലാസ് റൂമൊക്കെ നിങ്ങൾ വിചാരിക്കുക, ചുമലിലും ഈ ചെയറിലും ഒക്കെ വൈദ്യുതി ഉണ്ട്. ഈ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾ അങ്ങോട്ട് കയറ്റി വിടണം. ചുമലുമ തട്ടാൻ പാടില്ല, കസേരമ തട്ടാൻ പാടില്ല. എവിടെ തട്ടിയാലും ഷോക്ക് അടിക്കും. നിങ്ങൾ അങ്ങോട്ട് കയറ്റി വിടണം. അങ്ങനെ ഒരു റൂമിലേക്ക് നിങ്ങൾ ഒരാളെ കയറ്റി വിട്ടാല് നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഉത്കണ്ഠ എത്രയേക്കാളും പഠിച്ചോനെ മോളെ ചുമലിനെ കൊടന്നിട്ടോ, മോനെ ആ ചുമലിനെ ചാടുന്നിട്ടോ, ആ കസേരമ കൊടന്നിട്ടോ, അവിടെ കൊടന്ന് ഇവിടെ കൊടന്ന് മാതാപിതാക്കളുള്ളവര് മനസ്സിന്റെ ആ പ്രയാസത്തേക്കാളല്ലേ. മാത്രമല്ല, നിങ്ങൾ ഇറങ്ങി വരുന്നത് വരെ അവര് പ്രാർത്ഥനയില്ല. ഞാന് പിന്നെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നടക്കുകയാണ് എറണാകുളത്ത്. അപ്പൊ എന്റെ സഹോദരിയും പരീക്ഷ എഴുതുന്നുണ്ട്. അവൻ ഭയങ്കര തിരക്ക്. ആ സ്കൂളിന്റെ ഗേറ്റിന്റെ ഉള്ളിലേക്ക് കുട്ടികളെ മാത്രമേ കടത്തി വിടുള്ളൂ, ഒരൊറ്റ രക്ഷിതാക്കളെ കടത്തി വിടില്ല. മാത്രമല്ല, ആ ഗേറ്റിന്റെ പുറത്താവട്ടെ ഒരു വെയില, ഒരു ചെറിയ മരത്തിന്റെ തണൽ പോലും ഇല്ലാത്ത വെയിലാണ്. അപ്പോ ഞാൻ എന്റെ സഹോദരിയെ കൊണ്ടാണ് ഞാൻ പോയത്. ഭയങ്കര തിരക്കുണ്ട്. പേര് വിളിച്ച് കാർഡ് കാണിച്ചു കൊടുത്ത് കുട്ടിയെ ഉള്ളിലേക്ക് കടത്തി വിട്ട് സെക്യൂരിറ്റിക്കാരൻ ഗേറ്റ് അടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണേ, ആ ഗേറ്റിന്റെ പുറത്ത് ഒരു വെയിലത്ത് തോത്തുകൊണ്ടും ടർക്കിയും തുണിയൊക്കെ വിരിച്ചിട്ട് അമ്മമാര് അവിടെ ഇരിക്കുക. അത്ഭുതം. ആ വെയിലത്തിരിക്കുക. വല്ല സർക്കാർ ഓഫീസിന്റെ മുമ്പിൽ നിരാഹാരത്തിന് വേണ്ടി സത്യാഗ്രഹത്തിന് വേണ്ടി ഇരിക്കുന്ന പോലെ അവർ ആ ഗേറ്റിന്റെ മുമ്പിൽ പൊരി വെയിലത്ത് പായൊക്കെ കൊണ്ടുവന്നൊക്കെ, പായുണ്ട്, തുണിയുണ്ട്, വിരിപ്പുണ്ട്, തോത്തുണ്ട്, അത് വിരിച്ചിട്ട് അവർ ഇരിക്കുക. മറ്റത്ഭുതങ്ങള്, ആ ഇരിക്കുന്ന ആളുകള്, ഉമ്മമാര്, അമ്മമാര് അവരുടെ ബാഗ് തുറന്നിട്ട് പ്രാർത്ഥനാ പുസ്തകങ്ങൾ കയ്യിലെടുക്കുക. ഹിന്ദു സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്, ക്രൈസ്തവ വിശ്വാസികളായ അമ്മമാരുണ്ട്, ഇസ്ലാമിക വിശ്വാസികളായ ഉമ്മമാരുണ്ട്. ഉമ്മമാര് യാസീനിന്റെ ഒക്കെ ചെറിയ ഏടുകൾ കൈയെടുക്കുന്നുണ്ട്. ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അമ്മമാര് പ്രാർത്ഥനാ പുസ്തകങ്ങൾ കൈയെടുക്കുന്നുണ്ട്. ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട അമ്മമാര് അവരുടെ കീർത്തനങ്ങളുടെ പുസ്തകങ്ങൾ കൈയെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ ഞാൻ അപ്പുറത്തെ കടയിലെ ഒരു തിണ്ണയിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഞാൻ ഒരു പുസ്തകം കൈയെടുത്തിട്ടില്ല. ഞാൻ പെങ്ങളെ കൊണ്ട് ആർട്ടിക്കലിക്ക് വന്ന ആളല്ലേ. ഞാൻ അവിടെ നിന്ന് നോക്കി. ഈ പൊരി വെയിലത്ത് തിക്കിത്തിരക്കി ഇരുന്നിട്ട് ഈ അമ്മമാര് പ്രാർത്ഥനാ പുസ്തകങ്ങൾ കൈയെടുത്ത് അവര് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഉള്ളിലേക്ക് കയറിപ്പോയ ഈ മക്കളുടെ പരീക്ഷ എളുപ്പമാവാനും ആ മക്കള് നല്ല മാർക്കോടെ തിരിച്ചു. ആ മക്കൾ ഇരിക്കുന്നത് ശീതീകരിച്ച ക്ലാസ് മുറിയിലാണ്, ബെഞ്ചിലാണ്, കസേരയിലാണ്, മേശയിലാണ്. അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാറ്റേറ്റ് ശീതീകരിച്ച മുറിയിൽ അവർ പരീക്ഷ എഴുതുമ്പോ ഒരു വെയിലത്ത് കത്തുന്ന സൂര്യന് കീഴ് ഈ ഗേറ്റിന്റെ മുമ്പിൽ വെറും നിലത്ത് തുണി വിരിച്ച് അവരുടെ അമ്മമാർ, ഉമ്മമാർ പ്രാർത്ഥനയിലാണ്. മക്കളെ, നിങ്ങൾ കണ്ണിൽ നിന്ന് അങ്ങോട്ട് മറഞ്ഞു പോയാൽ തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ മാതാപിതാക്കളുടെ നെഞ്ചകങ്ങൾ അതെന്തുമാത്രം പുകഞ്ഞിരിക്കുന്നു നിങ്ങൾ കേട്ടോ. ഇന്നലെ വിരിഞ്ഞാന്ന് എന്റെ നാടിനടുത്ത്, നിലമ്പൂരിനടുത്ത് പൂക്കോട്ട് പറത്ത് 150 കിലോ കഞ്ചാവും അതിലേറെ വിലയുള്ള ആശീഷും പിടിച്ചു. വലിയ വില കൂടിയ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് നടന്നത് എന്ന് പോലീസ് വകുപ്പും എക്സൈസ് വകുപ്പും ഒരുമിച്ച് പറഞ്ഞു. ഈ വർത്തമാനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്തുണ്ടായിരുന്ന ഒരു വാപ്പ കരഞ്ഞു. എന്ന് പറഞ്ഞു, ഉസ്താദേ, ഇതിപ്പോ പോലീസ് പിടിച്ചത് ആരോ ഒറ്റി കൊടുത്തു, സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് എക്സൈസ് വന്ന് പിടിച്ചത്. ഒറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു പോലീസിനോ എക്സൈസിനോ പിടിക്കാൻ കഴിയില്ല. ഇതുപോലത്തെ എത്രയോ ലോഡുകൾ ഇവിടെ വന്നിറങ്ങുന്നു. എന്നിട്ട് ആ പിതാവ് പറഞ്ഞു, ഉസ്താദേ, ഇതൊക്കെ ഉപയോഗിക്കുന്നത് ആരാ? നമുക്കുമില്ല മക്കള്, നമ്മുടെ വീട്ടിലുമില്ല ചെറുപ്പക്കാര്. ആരാണ് ഉസ്താദേ ഇതൊക്കെ ഉപയോഗിക്കുന്നത്? ആലോചിക്കുമ്പോ നെഞ്ച് കത്താണ്. അയാൾക്ക് ആൺമക്കളുണ്ട്, അയാളുടെ ആൺമക്കൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അയാൾ ഭയപ്പെടുന്നു. എനിക്കുണ്ടല്ലോ ആൺമക്കൾ ഉസ്താദേ ഈ പ്രായത്തിൽ. ആലോചിക്കുമ്പോ നെഞ്ച് കത്തുകയാണെന്ന് അയാൾ സങ്കടം പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഈ ഭൂമിയിൽ പിറന്നു വീണത് മുതൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ നെഞ്ചകത്തിൽ വല്ലാത്ത ഒരു ആദിയുണ്ട്, സങ്കടമുണ്ട്. കാരണം നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം വളരെ ഭയാനകമായ ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു വാക്കുണ്ടല്ലോ, നിങ്ങളുടെ മാതാപിതാക്കൾ കൊണ്ട
വെയിലാണ് മക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന തണലെതിരെ. ഞാനൊക്കെ ഒരു 5-6 വർഷത്തെ പ്രവാസ ജീവിതം കിട്ടിയ ആ പ്രവാസ ജീവിതത്തിൽ എനിക്കറിയാം, വളരെ കഷ്ടപ്പെട്ട് 400-500 റിയാലിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒരു വെയിലത്ത് കത്തിയെരിഞ്ഞ് ചൂട് ശക്തമായി മൂക്കിൽ നിന്ന് ചോരയൊക്കെ ഒലിച്ചിറങ്ങുന്ന ഒരു 50 വയസ്സുകാരനെ എനിക്ക് ശക്തമായ ചൂടുണ്ടാവുകയെ ആ ചൂട് താങ്ങാനാവാതെ മൂക്കിൽ നിന്ന് ചോര പൊട്ടിയൊലിക്കും. അങ്ങനെ ചോര ഒലിച്ചിട്ട് തോക്കുമുണ്ടോടൊക്കെ വാരി കെട്ടിയിട്ട് റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയ ഒരു 50-കാരന്റെ അടുത്തേക്ക് ഞങ്ങൾ കയറി ചെന്ന് അയാളോട് സംസാരിച്ചിട്ട് തമാശക്ക് പറഞ്ഞു, എന്തിനാ കാക്ക അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ഇറങ്ങിയവളെ, നിങ്ങൾക്ക് നാട്ടിൽ പോയിക്കൂടെ, 19 വയസ്സായില്ലേ, എന്നാ നിങ്ങളൊക്കെ എടുത്തു നിർത്താൻ പോണത് എന്ന് തമാശ പറഞ്ഞപ്പോ ആ തമാശയായി കാണാൻ കഴിയാതെ കണ്ണു നിറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, മക്കളുണ്ട്, എവിടെയും എത്തിയിട്ടില്ല. വീട്ടില് മക്കളുണ്ട്, അവർ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇനിയും ചോരയൊലിക്കണം, ഇനിയും ഈ മരുഭൂമിയിൽ കത്തിത്തീരണം. പോകാനായിട്ടില്ല. ആ 50-കാരൻ പിറ്റേ ദിവസവും ജോലിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അല്ലേ? ഇതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ജീവിതം. നിങ്ങൾ എല്ലാവരും വായിച്ചൊരു കഥയായിരിക്കുമല്ലേ, മാധവിക്കുട്ടിയുടെ തന്നെ പാൽപ്പായസം എന്ന ഒരു കഥയെ. വീട്ടില് എല്ലാ പണിയും ചെയ്യുന്ന അമ്മ, അങ്ങനെ ആ അമ്മ ഒരിക്കലും വീടിന്റെ പിന്നാമ്പുറത്ത് മരിച്ചു കിടക്കുന്നു. അടുത്തിങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് വീണ ഒരു കുട്ടി ചൂലുകൊണ്ട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുക അമ്മ വീണതാ. ആ അമ്മയുടെ ശവസംസ്കാരം കഴിഞ്ഞ് ചെറിയ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ വീട്ടിലേക്ക് കയറി വന്നു. ആദ്യമായിട്ടാണ് അമ്മയില്ലാത്ത വീട്ടിൽ കുട്ടികളുമായി അച്ഛൻ ഒറ്റക്കാടുന്നത്. വല്ലാത്തവർ അങ്ങനെ നമുക്കുണ്ടാവാറുണ്ട്. എന്റെ ഭാര്യ ഇത്തിരി വീട്ടിലില്ലാതായാൽ എന്റെ മക്കളും ഞാനും വീട്ടിലാകുമ്പോ ഒരു അന്യതാബോധമാണ്. ഉമ്മയില്ലാത്ത വീട് അല്ലെ, ഉമ്മയില്ലാത്ത വീട്, ആ വീടാണ്. ഉമ്മയില്ലാത്ത വീട് എനിക്കൊരു തറവാടുണ്ടായിരുന്നു. ഞാൻ ആഴ്ചയിൽ തറവാട്ടിലേക്ക് പോകും എന്റെ ഉമ്മയെ കാണാൻ. എന്റെ ഉമ്മ ഒരു ഏകദേശം ഒരു 6 മാസം മുമ്പ് ഉമ്മ പോയി. ഇപ്പൊ തറവാട്ടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ മറ്റേതോ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ നമുക്കായി ആരുമില്ലാത്തതുപോലത്തെ ഒരു തോന്നലുണ്ടാവും നമുക്കടെ. ഉമ്മയില്ലാത്ത വീട്ടിലെ ഉമ്മയില്ലാത്ത വീട്ടിൽ ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ അച്ഛൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ ചെറിയ മകൻ അച്ഛനോട് പറഞ്ഞു, വിശക്കുന്നു. ആദ്യമായിട്ട് അച്ഛൻ ആ ശബ്ദം കേൾക്കുന്നത് ആ വീട്ടില്. തന്റെ മകന്റെ വിശക്കുന്നു എന്ന ശബ്ദം അയാൾ ആദ്യമായിട്ട് കേൾക്കുക. അതുകൊണ്ട് തന്നെ അയാൾക്ക് മുമ്പിൽ പരിഹാരമില്ല. അയാൾ മകനെ ചേർത്ത് പിടിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോ അയാൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ കുറെ പാത്രങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നു. ഓരോ പാത്രം അയാൾ തുറന്നു നോക്കിയപ്പോഴും എല്ലാ പാത്രങ്ങളിലും രാവിലെ മക്കൾക്ക് വേണ്ട ഭക്ഷണം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് അമ്മ പോയി. എല്ലാം ദുരിത പോയത്. അവസാനം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം ഉണ്ടാക്കി അതൊരു പാത്രത്തിൽ അടക്കി വെച്ചിട്ട് അമ്മ. അച്ഛൻ കണ്ണീരോടുകൂടി മക്കളെ വിളിച്ച് പലകയിട്ട് മുമ്പിൽ പാത്രം വരുത്തിയിട്ട് എല്ലാവർക്കും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് അവസാനത്തെ പാൽപ്പായസവും ഒഴിച്ചു കൊടുത്ത് കുളിച്ചു കഴിഞ്ഞപ്പോ ചെറിയ മകൻ ഏമ്പക്കം വിട്ടുകൊണ്ട് പറഞ്ഞ, അച്ഛ, അമ്മ ഉണ്ടാക്കിയ പാൽപ്പായസം ഭയങ്കര രസല്ലേ. അച്ഛൻ കരഞ്ഞുപോയി. കാരണം ആ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും പറഞ്ഞില്ല, അമ്മ ഉണ്ടാക്കിയ ഫുഡ് എന്ത് രസമുണ്ട്, ഉമ്മാന്റെ ഈ ഭക്ഷണേ, ഉമ്മാന്റെ ഇറച്ചി ഇതെന്താ, ഉമ്മാന്റെ കറി ഒരു രസമില്ല, ആ തട്ടുകടയിലെ ബീഫ് തിന്നാ എന്തോ രസം അറിയോ, ഉമ്മ ഉണ്ടാക്കിയ ചായക്ക് ഒരു രസമല്ല, ആ ചായക്കടയിലെ ചായക്ക് ചായക്കടയിലെ ചായയിലും തട്ടുകടയിലെ ബീഫിലൊക്കെ കൂട്ടിയ സാധനം ഒരു ഉമ്മാക്ക് നിങ്ങൾക്ക് വേണ്ടി കൂട്ടിത്തരാൻ പറ്റും മക്കളെ. തട്ടുകടക്കാരൻ ഭക്ഷണം കഴിക്കുന്ന തട്ടുകടയെന്നല്ല, ഓന്റെ വീട്ടുന്ന എന്താ നിങ്ങള് തട്ടുകടയിലെ ഭക്ഷണം കഴിക്കാൻ ഓന്റെ കരട് കത്തുമോനറിയാം. പക്ഷേ ഉമ്മണ്ടല്ലോ, നിങ്ങൾക്കുള്ള ഭക്ഷണം വിളക്കും മുമ്പ് ആ ഭക്ഷണം ഇത്തിരി സ്വന്തം കയ്യിലേക്ക് ഒഴിച്ച് അത് തന്റെ നാവിലേക്ക് വെക്കാതെ ഒരു ഉമ്മയും നിങ്ങൾക്ക് ഭക്ഷണം വിളക്കൂല. ഉമ്മാന്റെ ഭക്ഷണം രസമില്ല, ഉമ്മ ഉണ്ടാക്കുന്ന ചോറ് തിന്നാൻ പറ്റില്ല, ഉമ്മാന്റെ ബിരിയാണിക്ക് ബിരിയാണി എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ അവിടെ ആ ഹോട്ടലിൽ എന്താ ബിരിയാണി, എന്താ അവിടെ, അതൊക്കെ കേൾക്കുമ്പോ ആ ഉമ്മാന്റെ നെഞ്ചി കത്തുന്ന കത്തൽ മക്കളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് കാണണമെങ്കിൽ നമ്മൾ അവിടെ എത്തണം. ഇവിടെ അമ്മയുണ്ടാക്കിയ പാൽപ്പായസം കഴിച്ച് നല്ല സ്വാദുള്ള പാൽപ്പായസം എന്ന് പറഞ്ഞ മകനോട് ആ അച്ഛൻ പറഞ്ഞത്, മോനെ, ഇന്നലെ വരെ നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആ ഉമ്മക്ക് എന്തുമാത്രം സന്തോഷമാകുമായിരുന്നില്ല. സത്യമാണ് പ്രിയപ്പെട്ട മക്കളെ. ഇനി ഞാൻ എന്റെ സംസാരം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരിക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവരാണ്. തിരിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരാണ് എന്ന് ആ മാതാപിതാക്കൾക്ക് തോന്നിയേ പറ്റൂ. നിങ്ങളുടെ സംസാരങ്ങൾ അല്ലേ, നോക്കൂ, വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്. ഖുർആൻ ഒരു അത്ഭുതം. നിങ്ങൾ ഖുർആൻ പഠിതാക്കളാണ്.
നിങ്ങൾ CREയുടെ വിദ്യാർത്ഥികളാണ്, അതിന് ക്ലാസ് എടുക്കുന്നവരാണ്, അതിന് ആളെ കൂട്ടുന്നവരാണ്. അതുകൊണ്ട് ഖുർആന്റെ ഒരു അത്ഭുതങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ ഉണ്ടല്ലോ സത്യത്തില് 14 നൂറ്റാണ്ട് മുമ്പ് അവതരിപ്പിച്ചതാണ്. എന്റെ മക്കള് ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാവാൻ പ്രയാസത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഷാർപ്പ് ബുദ്ധിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു നമ്മുടെയൊക്കെ മൊബൈലിൽ ഒരു 10 മാസം മുമ്പുള്ള ഒരു ട്രോള്, ആ ട്രോളിന് ഇപ്പൊ നമുക്ക് കണ്ട ചിരി വരില്ല. കാരണം അത് അന്നത്തെ സാഹചര്യം, ഇന്നത്തെ സാഹചര്യം മാറി എല്ലാം തന്നെയാണ്. പഴയ കാലത്തെ സാഹചര്യം വേറെ, പഴയ കാലത്തെ ഡയലോഗ്, പഴയ സിനിമയിലൊക്കെ ഡയലോഗും പഴയ സിനിമയിലെ റസവും കണ്ട ഇപ്പൊ നമ്മൾ ചീർത്തിട്ടാവും. കാരണം ഡയലോഗിന്റെ ഉൾക്കൊണ്ടല്ല, ആ ഡയലോഗിന്റെ കോലം കൊണ്ട് അല്ലെ അത്ര മാറ്റം. അപ്പൊ നിങ്ങൾ 1400 കൊല്ലം, 14 മണിക്കൂറല്ല, 1400 കൊല്ലം മുമ്പാണ് ഖുർആൻ ഈ ഭൂമിയിൽ ഇറങ്ങുന്നത്. അന്നത്തെ ജീവിത സാഹചര്യം വേറെ, ആളുകളുടെ ചിന്താരൂപങ്ങൾ വേറെ, ജീവിത അവസ്ഥകൾ വേറെ, ഒക്കെ വേറെ. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഖുർആനിന്റെ വാക്കുകൾ 21ാം നൂറ്റാണ്ടിന്റെ സൂര്യനിലേക്ക് പോകാൻ മനുഷ്യൻ തയ്യാറെടുക്കുന്ന ഈ കാലഘട്ടത്തിലും എത്രമാത്രം ഫിറ്റാണ് നിങ്ങളുടെ വാചകങ്ങൾ, ആ വാക്കുകൾ എത്രമാത്രം. അന്നത്തെ നിയമങ്ങളിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്ര നേതാക്കന്മാർ അന്ന് അക്കാലത്തെ ഏറ്റവും വലിയ നിയമ പണ്ഡിതനായിരുന്ന ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭരണഘടന രൂപം നൽകുന്നത്. നമ്മുടെ ഭരണഘടനയുടെ വലിയ ഒരു ഭാഗവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് അങ്ങനെ തന്നെ കോപ്പിട്ടതാണ്. കുറച്ചു മാത്രമാണ് നമ്മളെ വകയായിട്ട് കൂട്ടിച്ചത്. അങ്ങനെ ആ ഭരണഘടന ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ചരിത്രതലകൾ നിലവിലുള്ള ആ ഭരണഘടന എഴുതിയ പുസ്തകത്തേക്കാൾ കട്ടിയുള്ള പുസ്തകം ഇപ്പുറത്ത് വേറെ ഏതായാലും ഭരണഘടനാ ഭേദഗതി. എന്താണ് ഭരണഘടനാ ഭേദഗതി? എന്താ ഭരണഘടനാ ഭേദഗതി? ചില പ്രത്യേക സാഹചര്യം വരുമ്പോ നമ്മുടെ ഭരണഘടനയിലെ ചില നിയമങ്ങൾ അപ്രായോഗികമാകുമ്പോൾ ആ ഭരണഘടനാ നിയമത്തെ പ്രായോഗികമാക്കി മാറ്റാൻ വേണ്ടി പുതിയ ചില നിയമങ്ങൾ ആവിഷ്കരിക്കുക. അതിന് രാജ്യസഭയും ലോക്സഭയും ഒക്കെ അംഗീകാരം കൊടുക്കുമ്പോൾ ആ ഭരണഘടനാ ഭേദഗതി പാസ്സാകും. അതായത് BR അംബേദ്കർ എന്ന ബുദ്ധിജീവിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൊല്ലങ്ങളോളം ഇരുന്ന് അവരുണ്ടാക്കിയ പല നിയമങ്ങളും പിൽക്കാലത്ത് നമുക്ക് ഭേദഗതി വരുത്തേണ്ടി വന്നു, മാറ്റേണ്ടി വന്നു. കാരണം അവരന്ന് ചിന്തിച്ച ആ അവസ്ഥയല്ല 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായത്. ആ മാറ്റം മാറ്റേണ്ടി വന്നു. കമ്മ്യൂണിസം എന്നത് ലോകത്തിലെ, ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഏറെ സ്വാധീനിച്ച കാർൽ മാർക്സിന്റെയും ഫ്രെഡറിക് ഏംഗൽസിന്റെയും തീക്ഷ്ണമായ ചിന്തകളാണ്. ലോകത്തിലെ തൊഴിലാളികൾക്ക് ജീവൻ കൊടുത്ത വല്ലാത്ത ചിന്തൻ. പക്ഷേ ആ ചിന്തകൾക്ക് പോലും ഒരു പുരുഷായുസിന്റെ ദൈർഘ്യം ഉണ്ടായില്ല. പെരിസ്ട്രോയിക്കയും ഗ്ലാസ്നോസ്റ്റും അടക്കം കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ തിരുത്തിയാണ് റഷ്യയും ചൈനയും ഒക്കെ ഈ ലോകത്ത് നിലനിന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതികൾ ഒക്കെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ 1400 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു വിദ്യാഭ്യാസമില്ലാത്ത, ഒരു PhDയും ഒരു ഡോക്ടറേറ്റും ഒരു വസ്തു ഇല്ലാത്ത, ഒരു വരങ്ങനെ വരച്ചാൽ അത് അരിപ്പുനാൾ വായിക്കുന്നത് പോലും പഠിച്ചിട്ടില്ലാത്ത ഒരാള് ഊഷരമായ മരുഭൂമിയിൽ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും പാറപ്പുറത്തും കയറി നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞ ആ ഖുർആനിന്റെ ആയത്തുകൾ 1400 കൊല്ലത്തിന് ശേഷം തിരുത്തൽ ആവശ്യമില്ലാതെ, ഭേദഗതി ആവശ്യമില്ലാതെ അങ്ങനെ തന്നെ നിലനിൽക്കുക. അതങ്ങനെ തന്നെ നിലനിൽക്കുക. ആ നിയമങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തി വർദ്ധിക്കുക. ആ നിയമങ്ങൾ ഇപ്പോഴും നിലവിൽ വരണമെന്ന് ആളുകൾ ആഗ്രഹിക്കുക. എന്തായാലും അതൊരു അത്ഭുതമല്ലേ കൂട്ടരെ? അതൊരു അത്ഭുതമാണ്. ഖുർആൻ ഒരു അത്ഭുതമാണ്. ഖുർആൻ ഒരു അത്ഭുതമാണ്. അത് നമ്മൾ നെഞ്ചിൽ സൂക്ഷിക്കണം. ഇതൊരു അത്ഭുതമാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായ ആൾക്കാർ നമ്മൾ ആ ഖുർആനിലെ അല്ലാഹു തആല പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾ മാതാപിതാക്കളുടെ നൊമ്പരം, ആ നൊമ്പരം ഖുർആൻ അങ്ങനെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഖുർആൻ അങ്ങനെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. കാരണം അല്ലാഹുവിനെ ആരാധിക്കുക എന്ന ഈ ലോകത്തിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു പറഞ്ഞത് എന്താ? നിങ്ങളെ വാപ്പാനിമാനെ നോക്കണമെന്നല്ലേ? അല്ലേ? വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അതിന്റെ അർത്ഥം അറിയാത്ത ഒറ്റ കുട്ടി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ CREയുടെ പ്രബുദ്ധരായ കുട്ടികളാണ്. എന്നാലും ഞാൻ ഇതിന്റെ അർത്ഥം ഒന്ന് പറയാം. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഖള എന്ന് പറഞ്ഞാൽ വിധിക്കുക, ഖാളി എന്ന് പറഞ്ഞാൽ ജഡ്ജിനാഥം. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഇനി മാറ്റല്ല.
അത് തീരുമാനമാണ്, നിർബന്ധമായ തീരുമാനം, മാറ്റല്ല. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. എന്താ വിധിച്ചത്? മാറ്റമില്ലാത്ത വിധി. എന്താണത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമല്ലാതെ വേറെ ആരെയും നിങ്ങൾ ആരാധിക്കരുത്. എന്താ റബ്ബ് വിധിച്ചത്? എന്താ വിധിച്ചത്? ആ റബ്ബിനെ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. ഏറ്റവും അടിസ്ഥാനപരമായ ആദ്യത്തെ വിധി. അതിനോട് ചേർത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആ വിധിയോട് ചേർത്തുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ. മക്കളെ കേൾക്കണം. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഇഹ്സാനോട് കൂടി പെരുമാറണമെന്ന്. എങ്ങനെ? പ്രപഞ്ചത്തിലെ ഞാൻ അങ്ങനെ പറയണേ, ഞാൻ ട്രെയിനിൽ പോവേനി, അപ്പൊ ഞാനും പ്രധാനമന്ത്രി മോഡിയും എന്ന് പറഞ്ഞത് കളിയാക്കും. എന്ത് വർത്താനാണ് മൂപ്പര് മോഡി, മൂപ്പരവിടെ മോഡിയോടെ അല്ലേ? നേരെ മറിച്ച് പ്രധാനമന്ത്രിയും പ്രസിഡന്റും എന്ന് പറയുമ്പോ പ്രധാനമന്ത്രിയും പ്രസിഡന്റും രണ്ടാളും ഉയർന്ന പൊസിഷനാണ് അല്ലേ? അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന പ്രപഞ്ചത്തിലെ പരമപ്രധാനമായ സത്യത്തിനോട് ചേർത്തു പറഞ്ഞത് എന്താ? ഹജ്ജ് ചെയ്യണമെന്നല്ല, ഹജ്ജിന് പോകണമെന്നല്ല, ജിഹാദ് ചെയ്യണമെന്നല്ല. എന്താ പറഞ്ഞേ? മാതാപിതാക്കളോട് ഇഹ്സാനോട് കൂടി പെരുമാറണം. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അത് പിഴീന്ന് വാങ്ങാൻ കിട്ടില്ല. ഇഹ്സാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അതിന്റെ ആശയം എന്താ? ഏതൊരു കാര്യവും അതിന്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഇഹ്സാൻ. എനിക്ക് എന്റെ വാപ്പാക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ കഴിയും. ഞാൻ വാപ്പാക്ക് വേണ്ടി ബിസ്ക്കറ്റ് വാങ്ങണം. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ തന്നു. ഞാൻ ഏത് ബിസ്ക്കറ്റാണ് വാപ്പാക്ക് വേണ്ടി വാങ്ങേണ്ടത്? പാർലേജി 5 രൂപയ്ക്ക് ടൈഗർ ഏതാ വാങ്ങേണ്ടത്? എനിക്ക് എന്റെ ബാപ്പാക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ബിസ്ക്കറ്റ് ഞാൻ വാങ്ങുമ്പോ അത് ഇഹ്സാനാണ്. ഞാൻ ബാപ്പാനോട് സംസാരിക്കണം. എങ്ങനെ സംസാരിക്കേണ്ടത്? എന്റെ ബാപ്പാനോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭാഷയിലും ശൈലിയിലും ശബ്ദത്തിലും ഞാൻ സംസാരിക്കാം. അത് ഇഹ്സാനാണ്. എനിക്ക് എന്റെ ബാപ്പാനോട് പരിചരിക്കണം. ബാപ്പ ആശുപത്രിയിലാണ്. ഇന്ന് ഉമ്മാക്ക് ആശുപത്രിയിൽ നിൽക്കാൻ നേരല്ല. ചെറിയ മോൾക്ക് വീട്ടിൽ അസുഖമാണ്. ഒരു പെൺകുട്ടിയാണ്. ഓളെ വീട്ടിൽ ഒറ്റക്കാക്കാൻ പറ്റില്ല. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇന്ന് സ്കൂളിൽ പോകണ്ട, ബാപ്പാന്റെ അടുത്ത് നിൽക്കാൻ ആരുമില്ല, ഇന്ന് എനിക്ക് സ്കൂളിൽ നിൽക്കണം കേട്ടോ, നമ്മുടെ മോക്ക് പനിയാണ്, അതുകൊണ്ട് എനിക്ക് ഓളെ വിട്ടു പോകാൻ വയ്യ, നീ ഒന്ന് ബാപ്പാന്റെ അടുത്ത് പോയി നിൽക്കണം. ബാപ്പാന്റെ അടുത്ത് പോയിക്കുമ്പോ ഞാൻ എങ്ങനെയൊക്കെ ബാപ്പാന്റെ നാലപ്പുറത്ത് കസരത്തിനാണ്ട് മൊബൈൽ ഇട്ടുകാണ്ട് ഫുൾ ടൈം ഞാൻ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ബാപ്പങ്ങനെ എപ്പോഴെങ്കിലും നോക്കുമ്പോ ഒന്ന് മുണ്ടിയാലും മുണ്ടി, അല്ലെങ്കിൽ ഇല്ല. അങ്ങനല്ല. ഞാൻ എന്റെ ബാപ്പാനെ നോക്കേണ്ട ഒരു സമയം വന്നാല് എന്റെ ബാപ്പാക്ക് ഒരു മകൻ എന്ന നിലക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എങ്ങനെയാണോ ആ കാര്യത്തിൽ ചെയ്യാം. ഞാനൊരു കഥ പറഞ്ഞുതരാം. അബൂ തലബ് അൻസാരിയുടെ കഥ. അദ്ദേഹം മദീനയിലെ അറിയപ്പെട്ട പ്ലാന്ററാണ്. ഒരുപാട് തോട്ടങ്ങളുണ്ട്, ഈത്തപ്പന തോട്ടങ്ങൾ. മദീനയിലെ ഏറ്റവും മനോഹരമായ തോട്ടം മദീന മസ്ജിദ് നബവിയുടെ മുമ്പ് തന്നെ വിശാലമായി കിടക്കുന്ന ഒരു കാരക്കത്തോട്ടം. ഇന്നുണ്ട് ആ തോട്ടം. വളരെ മനോഹരമായ തോട്ടമാണ്. ആ തോട്ടത്തിന്റെ പേര് ബൈറുഹ എന്നാണ്. ആ തോട്ടത്തിന്റെ ഉടമസ്ഥനാണ് അബൂ തൽഹ. വലിയ പണക്കാരനാണ്, വലിയ കർഷകനാണ്. അങ്ങനെ വലിയ അറിയപ്പെടുന്ന ആളാണ്. പ്രവാചകന്റെ അറിയപ്പെടുന്ന സ്വഹാബിയാണ്. ഒരുപാട് വിശേഷങ്ങൾ അബൂ തൽഹ. ഒരിക്കൽ ഈത്തപ്പന ഇങ്ങനെ കാഴ്ച നിൽക്കുക, പഴുത്തിട്ടില്ല, മൂപ്പെത്തിയിട്ടില്ല. അതിനെ കാഴ്ച നന്നായിട്ട് പലയായിട്ട് തൂങ്ങി നിൽക്കുക. ആ സമയത്ത് അബൂ തൽഹ കണ്ട് ഈത്തപ്പന വെട്ടുന്ന വലിയ ഒരു കത്തിയായിട്ട് തോട്ടത്തിൽ ഇങ്ങനെ വരും. അപ്പൊ ഈത്തപ്പന കയറുന്ന തെങ്ങുമ കയറണമായിരിക്കാം. നിങ്ങൾ ഈത്തപ്പന കണ്ടില്ലേ? അതിന്റെ പട്ട ഇങ്ങനെ വെട്ടി സ്റ്റെപ്പാക്കി നിർത്തുക. അടിയിൽ നിന്ന് ഇങ്ങനെ പട്ട പോകണോണ്ടേ ആ പട്ട ഇങ്ങനെ വെട്ടി ആ പട്ടയുടെ സ്റ്റെപ്പിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് ഈത്തപ്പന കയറാം. തെങ്ങുമ കയറുന്ന വലിഞ്ഞു കയറുന്ന പ്രശ്നമല്ല. ഇദ്ദേഹം എല്ലാ ഈത്തപ്പനന്റെ ഈ ചോട്ടിൽ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ആൾക്കാർ നോക്കി, എന്താ ഇന്നേരത്ത് ഈത്തപ്പന വെട്ടുന്ന കത്തിയേറ്റ്? കാരണം ഈത്തപ്പനക്കൊല വെട്ടാൻ സമയത്തില്ല, അതിങ്ങനെ മൂപ്പായി വരുന്നുള്ളൂ. ഇപ്പൊ എന്താ ആൾക്കാരിങ്ങനെ നോക്കി. എല്ലാവരും കാണുന്ന സ്ഥലത്താണ് ഈ തോട്ടം. നഗരത്തിന്റെ മധ്യത്തിലാണ്. അങ്ങനെ ഓരോ ഈത്തപ്പനന്റെ തോട്ട് ചേർത്ത് ഇങ്ങനെ മേലേക്ക് നോക്കിയിട്ടേ ഒരു ഈത്തപ്പനന്റെ ചോട്ടില് തോത്തുമുണ്ടൊക്കെ താഴെട്ട് കണ്ട് അബൂ തൽഹ കേരളം ഒഴിക്കാം. അപ്പൊ ആൾക്കാർ നോക്കി, അത്ഭുതം. ആ ഈത്തപ്പനന്റെ മേൽഭാഗത്ത് ഈത്തപ്പന കെട്ട് കുഴച്ചുകൊണ്ട് തൂങ്ങിയിട്ട് മേലേക്ക് നോക്കിയാൽ ആകാശം കാണൂല. ആ രൂപത്തിൽ ഈത്തപ്പന കെട്ട് കുഴച്ച് തൂങ്ങിയ ഒരു വല്ലാത്ത ഈത്തപ്പന മരം. ആ തോട്ടത്തിലെ ഏറ്റവും നല്ല മരം, ആ നാട്ടിലെ ഏറ്റവും നല്ല ഈത്തപ്പനയായിരുന്നു. സാധനം മൂത്തിട്ടില്ല, പതുക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. അബൂ തൽഹ അതൊന്ന് കയറി. അപ്പോൾ ആൾക്കാർ അത്ഭുതപ്പെടും. കേറിയിട്ട് ഈ മൂപ്പത്തിയിട്ടില്ലാത്ത ഈത്തപ്പനയുടെ കൊലകൾ ഇദ്ദേഹം വെട്ടി താഴ്ത്തി
നമ്മളെന്താ ഒറ്റയ്ക്ക് പറയാ, മൂക്കാത്ത ഒരു തെങ്ങുമ കയറിയ ഒരാള് മൂക്കാത്ത തേങ്ങ അച്ചിങ്ങനായ തേങ്ങാപ്പലങ്ങനെ വെട്ടി താഴെ നമ്മൾ പറയും ഭ്രാന്തായിട്ടുണ്ട്, അല്ലെങ്കിൽ മാറായിട്ടുണ്ട് അല്ലെ. രണ്ടാമതാണ് അബൂതലിക്ക് എന്താ ഭ്രാന്തായി, എന്താണ് അയാൾ കാട്ടുന്നത്? ആളുകളൊക്കെ ബഹളം ഉണ്ടാക്കി അബൂതലിക താഴെ ഇറങ്ങി നിങ്ങളെ മരം നശിപ്പിക്കല. അബൂതലിക വെട്ടി കൊലകളൊക്കെ വെട്ടി, പിന്നെ പട്ടയൊക്കെ വെട്ടിയിട്ട് ഏറ്റവും മേലെ ചെന്നിട്ട് ആ മരത്തിന്റെ തൂമ്പ് ഒറ്റ വിട്ട്. നമ്മളൊക്കെ നാട്ടില് തെങ്ങ് മുറിക്കുമ്പോ നമ്മൾ ആ തെങ്ങിന്റെ തൂമ്പത്ത് പോയി സാധനം കിട്ടൂലേ, അതിന്റെ തല വെട്ടിയാൽ നല്ല മധുരമുള്ള വെളുത്തൻ പേര് ആ കരിമ്പൂന്ന പോലെ, തെങ്ങിന്റെ കരിമ്പൂന്ന നല്ല രസത്തേറ്റ സാധനം ഉള്ളത് വാരി ഇങ്ങനെ തിന്നാൻ നല്ല രസമാണ്. ഇതേ സാധനം ഈത്തപ്പനക്കുണ്ട്. അപ്പൊ അബൂതലിക വന്നിട്ട് ഈത്തപ്പന്റെ തൂമ്പ് വെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഈ വെളുത്ത സാധനം ഇട്ട് വാരിയിട്ട് തന്റെ തോല തുണ്ട് പിന്നെ തോത്തുമുണ്ടിലും തുണിയിലും ഒക്കെ ആയിട്ട് ഇതിട്ട് വാരി കെട്ടിയിട്ട് അദ്ദേഹം താഴെ ഇറങ്ങിയിട്ട് കിരച്ചു നടന്നു. ആകെ പൊടിയാണ് നേരത്തൊക്കെ. വലിയ പണക്കാരനാണ് അദ്ദേഹം, നാട്ടിലെ വലിയ പ്രായമുള്ള കർഷകനാണ്. ഇതൊക്കെ പോയി കൂട്ടി ആകെ നിറയെ തലയിൽ കൂടെ ഒക്കെ തെങ്ങിന്റെ പൊടിയൊക്കെ ആയിട്ട് അദ്ദേഹം നിന്നു. ആൾക്കാരിങ്ങനെ നോക്കി. അത്ഭുതം, ഇയാൾക്ക് ഭ്രാന്താണ്. ചോദിച്ചു, എന്ത് പറ്റി? ഈ നല്ലൊരു മരങ്ങൾ ഉണക്കി കളഞ്ഞില്ലേ, ഈ മരം ഉണ്ടാവില്ല പോയില്ലേ, ഈ തോട്ടത്തിൽ ഉണങ്ങിയ മരം എത്ര ഉണ്ടായിരുന്നു, ഈ നല്ല മരം നിങ്ങളെന്താ വെട്ടിയത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, എന്റെ ഉമ്മ ഇന്ന് രാവിലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഒരു ഈത്തപ്പനന്റെ കരിമ്പ് തിന്നിട്ട് ഒരുപാട് കാലായി, ഒരു ഈത്തപ്പനന്റെ കരിമ്പ് കിട്ടിയെങ്കിൽ തിന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ എന്റെ മുമ്പിൽ ഓടി വന്നത് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിക്കണമെന്ന കൂടാതെ കൽപ്പന. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്ത്, എന്റെ ഉമ്മാക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഈത്തപ്പനയുടെ തൂമ്പ് ഞാൻ കൊടുക്കും. അതുകൊണ്ടാണ് എന്റെ ഏറ്റവും നല്ല തോട്ടത്തിലെ ഏറ്റവും നല്ല ഈത്തപ്പന ഉണങ്ങട്ടെ, എന്റെ ഉമ്മാന്റെ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കി കൊടുത്തോ. പ്രിയപ്പെട്ടവരെ, അതാണ് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അതിനോട് ചേർത്തുകൊണ്ട് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നിങ്ങളോട് മാത്രം പറയട്ടോ, നിങ്ങളെ വാപ്പിന്മേൽ കേൾക്കണ്ടേ, നിങ്ങൾ മാത്രം കേൾക്കേണ്ട സംഗതികൾ. പൊന്നാർ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെ വാപ്പാനിമാരി നിങ്ങൾ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വേദനിപ്പിക്കൽ കൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളെ വാപ്പി നീ കരഞ്ഞിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഉമ്മയെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? വാല് നിന്ന് കണ്ണു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും, പലവട്ടം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഏറ്റവും നേരെ വേദനിച്ച്? നിങ്ങൾ അവരും പാപ്പാനും അടിച്ചോ? പാപ്പാനിമാനി ഓർമ്മ വെച്ച്, ചെറിയ കുട്ടി അവരെ പഠിച്ചതും ഓർമ്മ വെച്ച് ഒരു 10 വയസ്സായ ശേഷം ഉമ്മാനി പാപ്പാനൊക്കെ അടിച്ച ആൾക്കാർ ആ ഒരു കൂട്ടത്തിൽ ഉണ്ടാവുക ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. അള്ളാന്റെ അഴകാ പറഞ്ഞു, അത്ര വലിയ കുറ്റാണ്. അവർ അടിച്ചിട്ടില്ല. കത്തിട്ട് കുത്തിക്കണോ? ഇല്ല. കല്ലിട്ട് എറിഞ്ഞിക്കണോ? ഇല്ല. പട്ടി കിട്ടണോ? ഇല്ല. അവരങ്ങൾ വേറെ ഏതെങ്കിലും രൂപത്തിൽ ശാരീരികമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഏറ്റവും ഏറെ വേദനിപ്പിച്ചിട്ടുള്ളത്, ഞാൻ സത്യം പറയട്ടെ, നമ്മുടെ നാവ് കൊണ്ടാണ്. അല്ലെ? നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ചില വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ഉമ്മയും ബാപ്പയൊക്കെ കണ്ണുപോലൊക്കെ പറഞ്ഞിട്ട് ചുരുട്ടിട്ട് അവർ വല്ലാതെ ആകുന്നത്. നിങ്ങൾ എപ്പോഴും പലപ്പോഴും നമ്മൾ അത്ര വാക്ക് പറയുമ്പോൾ ഓരോ മുഖത്തേക്ക് നോക്കാറില്ല. കാരണം നമുക്കെന്നറിയാം, മുഖത്തേക്ക് നോക്കി പറയാൻ പറ്റാത്ത വർത്താനം ഞാൻ ഈ പറഞ്ഞത്. ചില വാക്കുകൾ നിങ്ങളൊക്കെ എനിക്കും വേണ്ടി എന്താ ചെയ്തത്? ഉമ്മാന്റെ മുമ്പിൽ നിന്ന് എന്റെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഉമ്മ ഒരു കുട്ടിയെ ചേർക്കാൻ വേണ്ടി കൊണ്ടതാ. അപ്പൊ ബന്ധപ്പെടേ ഉമ്മ കരഞ്ഞു ഞാൻ മകന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ആ മകനെ വിളിച്ചു, മോനെ വാ. അത് ഇങ്ങനെ കയറി വന്നേ, ഞാൻ മോനെ വിളിച്ചു, വാ ഇരിക്ക് എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ പറയുന്നത്. ഈ മകൻ എണീറ്റിട്ട് ആ കസേരയിട്ട് വലിച്ചിട്ട് ഉമ്മാന്റെ മുഖത്തിനെ ചേർത്തിട്ട് ഇതിന്റെ ഉമ്മയാണ്, ഈ ഉമ്മത്തെ ഇരിക്കും വേണ്ടി എന്താ ഇതുവരെ ഇരിക്കും വേണ്ടി ചെയ്ത് ഇന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഓരോ വാപ്പി നീ എന്തൊക്കെ ചെയ്തു കൊടുത്തു. ഞാനൊരു സൈക്കിൾ വാങ്ങിത്തരാൻ വന്നിട്ട്, ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരാൻ വന്നിട്ട് ഇതുവരെ എനിക്ക് വാങ്ങി തന്നോ? വലിയ വർത്താനം പറയുന്നത്. ഉമ്മനോട് പറഞ്ഞേ, വാപ്പല്ല, വാപ്പട്ട് പോയതാ. ഉമ്മ വീടുകളിൽ ജോലിക്ക് പോകണം. ഈ പ്രസവത്തിന്റെ വീട്ടിൽ നിൽക്കാൻ പോയ തോന പൈസ ഉമ്മാനെ പലതാണ് വിളിക്കാതെ. പക്ഷെ ഈ മകൻ വീട്ടിലുള്ളത് കൊണ്ട് ഉമ്മാക്ക് വീട്ടിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അയൽപ്പക്കത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ ചെറിയ പണിക്ക്, അത് വലിയ പണക്കാരുടെ മേഖലയല്ല, വീട്ടിൽ പണിക്ക് പോയാൽ ദിവസം 50-100 കിട്ടുക. അങ്ങനെ 4-5 വീട്ടിൽ പോയിട്ട് ഒരു 500 രൂപ ഒപ്പിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഉമ്മയാണ്. ആ ഉമ്മ ഈ മകന് ഭക്ഷണം ഒരുക്കി വസ്ത്രം ഒരുക്കി, ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല, ഈ മകന് മോട്ടോർ സൈക്കിൾ വേണത്രേ. ഉമ്മ പറഞ്ഞു,
ഉമ്മ പണിയെടുക്കുന്ന വീട്ടിലെ ആ കാക്കാനോട് ഈ ഉമ്മ പറഞ്ഞത്രേ, നിങ്ങൾ എന്റെ മോന് ഒരു പഴയ മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരോ, ഞാനൊരു പണിയെടുക്കുമ്പോ അതിന്റെ പകുതി പൈസകൾ പിടിച്ചോളി, ബാക്കി എനിക്ക് തന്നാ മതി. അപ്പൊ അയാള് ഒരു മോട്ടോർ സൈക്കിൾ കൊടുന്നത്രേ 30,000 രൂപ. 30,000 രൂപയ്ക്ക് ആ ഉമ്മ പണിയെടുക്കണമെങ്കിൽ 500 രൂപ കൂലി, 250 രൂപ ഉമ്മ കൊടുത്താൽ എത്ര ദിവസം പണിയെടുത്താലാണ് ആ ഉമ്മാനെ 30,000 കൂലി തരിക? നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചു? നമ്മുടെ മാതാപിതാക്കള് എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ ഈ കോട്ടക്കൽ എന്ന് പറഞ്ഞതാണ്. ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്ന സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുവന്നു പറഞ്ഞേ. അന്ന് മൈസൂർക്ക ടൂർ, 2 ദിവസത്തെ ടൂർ കേട്ടോ. ഈ ടൂറിന് അന്ന് പറഞ്ഞ പൈസകളുടെ ചെലവ് അന്ന് പറഞ്ഞ ചെലവ് 125 രൂപ. 2 ദിവസത്തെ മൈസൂർ, 120 മൈസൂർ പോയിട്ട് ഒന്ന് കോട്ടക്കൽ ചവിട്ടി പോകലേ. അന്ന് മൈസൂരിൽ 2 ദിവസത്തെ യാത്രക്കാട്ടോ 125 രൂപയ്ക്ക് ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോ എനിക്ക് ആദ്യമായിട്ട് താല്പര്യമുണ്ട്. കാരണം എന്റെ വാപ്പ അന്ന് ഒരു ദിവസം കൂലിപ്പണിട്ട വാപ്പാന്റെ കൂലി 15 രൂപ. എന്റെ വീട്ടിൽ ഞാനടക്കം 9 മക്കൾ. ഈ 9 മക്കളും വാപ്പയും വീടിന്റെ പെരിയിൽ 15 രൂപ വരുമാനമുള്ള വാപ്പ കൂലിപ്പണിട്ട് കൊണ്ടുവരുന്ന 15-ന് ശേഷം എനിക്ക് ടൂർ പോകാൻ 125 എന്തെങ്കിലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ ടൂറിന്റെ ഭാഗത്തേക്ക് നോക്കിയതേ. കുറെ മക്കൾ പേരെടുത്തു, ആവേശം പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് വെയിറ്റ് ചെയ്തേക്കാം. അങ്ങനെ സാറൊക്കെ എടുത്ത് വരും. മൈസൂരത്തെ കുറെ ചിത്രങ്ങൾ, അതുപോലെ ആ പാലസിന്റെ ചിത്രം, ചാമുണ്ടിയിലെ ചിത്രമൊക്കെ കുട്ടികളെ കാണിച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ പ്രയോഗിപ്പിക്കുന്നു. ഇതൊക്കെ കാണാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ഞാൻ അതൊക്കെ ഒന്നും നോക്കില്ല. കാരണം എനിക്ക് ടൂറ് വിരിച്ചിട്ടില്ല, എനിക്കറിയാം. ഞാൻ ആ വഴിക്ക് നോക്കിയതേല്ല. അങ്ങനെ ടൂറിന്റെ സമയം ഞാൻ വീട്ടിൽ പറഞ്ഞതുപോലെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോ അങ്ങനെ ടൂർ പോകുന്നതിന്റെ തലേ ദിവസം നമുക്ക് ആ സന്തോഷം തരാം. ഒറ്റ സന്തോഷമുണ്ട്, ടൂർ പോകണം, സ്കൂൾ ഇല്ലേക്ക. അന്ന് നമുക്കിങ്ങനെ അഭിമാനിച്ച് ഇന്നത്തെ പോലെ കോവിഡ് കാലത്ത് സ്കൂൾ ഉണ്ടാവാൻ കൂടുതൽ സ്കൂളിലേക്ക് സന്തോഷമൊക്കെ. അപ്പൊ ടൂർ പോകുന്നതിന്റെ തലേന്ന് ഉച്ചന്റെ മുമ്പത്തെ അന്ന് ഉപ്പുമാവ് കിട്ടും. ഉപ്പുമാവിന് മുമ്പ് മാഷ് എന്ന് പറഞ്ഞു, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല, ടൂർ പോകുന്ന കുട്ടികൾ മാത്രം ഇരുന്നാൽ മതി, ഓർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാണ്ട് അല്ലാത്തത് പോയിക്കോളി. ടൂർ പോകുന്നവർക്ക് നിർദ്ദേശങ്ങൾ എപ്പോഴാണ് പറയട്ടെ, ഓര് മാത്രം ഇരിക്കുക, ബാക്കിയുള്ള പോയിക്കോളി. ഞാൻ എന്റെ പുസ്തകം പറഞ്ഞ് വേഗം നല്ലല്ലോ, റബ്ബർ ബാൻഡിനോ അങ്ങനെ കുട്ടിക്ക് ആ പുസ്തകം കയ്യിൽ വെച്ചാൽ കൂടാ. ഞാൻ എന്റെ പുസ്തകമൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇറങ്ങുമ്പോ സാറ് വിളിച്ചു, സാക്കറേ ഇയാളെ പോണെ? ഞാൻ പറഞ്ഞാൽ വീട്ടിൽ. അപ്പൊ ഈ പറഞ്ഞേ കേട്ടില്ലേ? എന്തേ പറഞ്ഞേ കേട്ടല്ലോ, ടൂർ പോകുന്നത് മാത്രം ഇരിക്കുക, അല്ലാത്തത് പോവാ. ഞാൻ ടൂർ പോകുന്നില്ലല്ലോ. നീ ടൂറുണ്ട്, നീ ടൂർ പോകുന്നുണ്ട്. ഞാനോ? ആ, എന്റെ വാപ്പ ഇന്നലെ വന്നിട്ട് വൈകുന്നേരം 125 രൂപ തന്നിട്ടുണ്ട്. എന്റെ വാപ്പ ഞാൻ പറഞ്ഞു, ഞാൻ അലീസാക്ക് എന്റെ വാപ്പാന്റെ പേര് ഹുസൈൻ, എന്റെ വാപ്പ 120 രൂപ തന്നോ? ആ തന്നിട്ട് എന്റെ വാപ്പ 125 തന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. ഞാനൊരു പ്രതിമ പോലെ. അതൊക്കെ മനസ്സിലാണ് ചിന്തയാണ്. ടൂർ പോകാൻ ആഗ്രഹമായിട്ടല്ല, നടക്കൂലല്ലോ, നടക്കാത്തൊരു കാര്യം നമ്മളത് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാനങ്ങനെ പുസ്തകമൊക്കെ കൊണ്ട് ആ ബെഞ്ചിന്റെ താക്കനായി ഇരുന്ന് കഴിഞ്ഞപ്പോ സാറ് ഇങ്ങനെ പറയുന്നുണ്ട് ഗോഡോലൊക്കെ ബെഞ്ചിൽ കൊണ്ട്. ഞാൻ വേറെ ഏതോ ലോകത്താണ്, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ കുട്ടികൾ ഇങ്ങനെ ആ ഡ്രസ്സാണ്, ഈ ഡ്രസ്സാണ്, അത് വേണം എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് സ്കൂളിന്റെ തൊട്ടടുത്ത് പള്ളി. അപ്പൊ അസർ പള്ളിയിൽ നിസ്കരിക്കാൻ ഞാൻ വീട്ടിൽ പോകാം. വാപ്പാന്റെ നിർദ്ദേശമാണ് പള്ളിയിൽ നിസ്കരിച്ച് വീട്ടിൽ പോകാം. ഞാൻ അസർ നിസ്കരിക്കാൻ വേണ്ടി ആ പള്ളിയിൽ കയറി ഔന്നിങ്ങനെ ഒതുക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേ ആ പള്ളിയുടെ തിണ്ണയിൽ എന്റെ വാപ്പ പണിക്ക് പോകുന്ന തെങ്ങുതോട്ടത്തിന്റെ മുതലാളി ആചാര്യ. ആ ആചരിക്കുന്നത് ആചരിക്കറിയാം. ഞാൻ അടുത്തൊക്കെ വാപ്പാന്റെ കൂലി വാങ്ങാൻ വേണ്ടി ഞാൻ ആചാര്യത്ത് പോകാറുണ്ട്. ആചാര്യ ചോദിച്ചു, അതിലൂടെ അത് കുഞ്ഞാതെ വെക്കാനല്ലേ? കുഞ്ഞാന്ന് എന്റെ വാപ്പാനെ വിളിക്കാം. അതെ, ഞാൻ കുഞ്ഞാതെ മാനാണ് പ്രവാഹം. എന്നോട് പറഞ്ഞു, നാളെ ടൂർ കൊണ്ടുപോകും. അല്ല, എനിക്ക് അത്ഭുതമായി. ഞാൻ ടൂർ പോകണമെങ്കിൽ ഞാൻ കൂടി അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ആചാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ടൂർ നോക്കാം. ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, സാറ് പറഞ്ഞു. അപ്പൊ ആചാര്യ പറഞ്ഞു, ആ ടൂറിൽ പോകാനുള്ള പൈസ എന്റെ വാപ്പ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അറിയോ? എനിക്ക് ഓരോ അറിവില്ല. കാരണം ദിവസം 15 രൂപയ്ക്ക് കൂലിപ്പണിയെടുത്തിട്ട് 9 മക്കളെ ഉമ്മാനി നോക്കണം എന്റെ വാപ്പാക്ക് ഇന്ന ടൂർ പറഞ്ഞാൽ 150 എഴുതാൻ കിട്ടുക. എനിക്ക് ഓരോ അറിയില്ല. ഞാൻ പറഞ്ഞ അറിയില്ല. ആചാര്യ പറഞ്ഞു, പിന്നെ എന്റെ വാപ്പ എന്റെ അടുത്തുനിന്ന് 130 രൂപ വാങ്ങിയിട്ടുണ്ട്. ആ 130 വാങ്ങിയിരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ടൂർ പോകാൻ വേണ്ടി ബസ്സിൽ കയറാൻ നേരത്ത് വാപ്പ 5 രൂപ കൈ പിടിച്ചോ, എന്തെങ്കിലുമൊക്കെ സാധനം തന്നെ വാങ്ങിക്കൊള്ളി. 5 രൂപ പോക്കറ്റ് മണി നിങ്ങൾക്ക് 5000. ചിലന്മാര് ബാങ്കുകാരുടെ മാണ്ടി വാങ്ങിക്കൊണ്ടിതാ പറയുന്നത്. പോട്ടെ, നിങ്ങളെ ഉമ്മാനോട് വാപ്പാനോട് ഇത്ര തന്നെ പറയണ്ടേ. പക്ഷെ അത് അത്ര ഈ വാക്കുകൾ വരാത്തോണ്ട് ഞാൻ ആ പറച്ചിൽ വേറെ സമയത്തേക്ക് വാങ്ങിച്ചു. അപ്പൊ 5 രൂപ അതിന് വേണ്ടി വാപ്പ 100 രൂപ വാങ്ങിയല്ലോ. എന്നിട്ട് ആചാര്യ പറഞ്ഞു, ഈ 130 രൂപ വാങ്ങിയിട്ടുണ്ട്. അതിന് പകരം ദിവസം 15 രൂപ കണക്കിൽ എന്റെ വാപ്പ ഈ 130 രൂപ തീരുന്നത് വരെ എന്റെ തെങ്ങും തോട്ടത്തിൽ കൂലി വാങ്ങാതെ പണിയെടുക്കും.
നമ്മള് മനസ്സിൽ കണക്കൂട്ടിക്കാണ് 130 ആവണമെങ്കിൽ എന്റെ വാപ്പ 15 വെച്ചാണ്ട് എത്ര ദിവസം പണിയെടുക്കണം? 10 ദിവസം പണിയെടുത്ത് എത്രയാവുക? 150. 9 ദിവസം പണിയെടുത്ത് എത്രയാവുക? 145. 8 ദിവസം പണിയെടുത്ത് എത്രയാവും? 130. അല്ലേ? 8 ദിവസം. ഞാന് 2 ദിവസം മൈസൂരിൽ പോയി സന്തോഷിക്കാൻ വേണ്ടി 8 ദിവസം ആചാര്യരുടെ തെങ്ങുപറമ്പിൽ എന്റെ വാപ്പ രാവിലെ 7 മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു വെയിലത്ത് കൈക്കോട്ട് വെക്കണം. എന്നിട്ട് ആചാര്യനോട് പറഞ്ഞു, ഇത് മറക്കരുത് കേട്ടോ, ഇത് മറക്കാതാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഞാൻ അവിടെ വെച്ച് ആ പള്ളിയിലെ നിസ്കാരത്തിൽ എന്റെ നിസ്കാരമൊക്കെ കണ്ണീര് കൊണ്ട് നനഞ്ഞ നിസ്കാരം. ഞാൻ ആ നിസ്കാര ശേഷം പ്രാർത്ഥിച്ചു, പഠിച്ചോനെ ഞാൻ ബന്ധായിട്ട് ഇന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാലത്ത് എന്റെ വാപ്പാനി മാനി മൈസൂരൊക്കെ കൊണ്ടുപോകാൻ പഠിച്ചോനെ എനിക്ക് കഴിവ് തരണം കേട്ടോ. മക്കളെ, നമ്മുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മാതാപിതാക്കളായ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ പണം വേണ്ട, നിങ്ങളെ സമയം വേണ്ട, നിങ്ങളെ വേർപ്പ് വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹമാണ്. ആ സ്നേഹം നിഷേധിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നത് നിങ്ങളുടെ വാക്കുകളിൽ കൂടിയാണ്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് പറഞ്ഞത്, എന്താ പറഞ്ഞേ? മാതാപിതാക്കളോടുള്ള മക്കളുടെ പെരുമാറ്റം എങ്ങനെയാവണമെന്ന് പഠിപ്പിക്കുന്നിടത്ത് 1-ാം നമ്പർ ഇട്ടുകൊണ്ട് അല്ല പറഞ്ഞത്, ഞാൻ ഒരു ഐസക്കിന്റെ സമ്മേളനത്തില് മക്കളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നമ്മുടെ സംസാരത്തിന്റെ ഏറ്റവും നല്ല സംസാരം കിട്ടേണ്ടത് മാതാപിതാക്കൾക്കാണ്. നമ്മുടെ സംസാരം, നമ്മളൊക്കെ മനോഹരമായി സംസാരിക്കുന്ന ആൾക്കാരല്ലേ, നല്ല മധുരമുള്ള വാക്കിന്റെ ആൾക്കാരാണ്. നമ്മുടെ വാക്കിന്റെ മനോഹാരിത ഏറ്റവും നന്നായി കിട്ടേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അപ്പൊ ഞാൻ സദസ്സിൽ ചോദിച്ചേ, അല്ല മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി നമ്മൾ സംസാരിക്കേണ്ടത് മാതാപിതാക്കളോടാണെന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ ആരോടാണ് ഏറ്റവും മധുരത്തോടുകൂടി സംസാരിക്കരുത്? അപ്പൊ ഒരുത്തൻ വേഗം തലങ്ങനെ കൊണ്ടിട്ട് പറഞ്ഞു, കാമുകിയോട്. ഞാൻ കുറ്റമല്ല, കാരണം സത്യമാണോ പറഞ്ഞത്? ഇത്ര ചക്കര വർത്തമാനം ലോകത്ത് ആരെങ്കിലും എന്റെ മുത്തേ, എന്റെ പൊന്നെ, ചക്കര എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അത് ചക്കര ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു. അത് പിന്നെ എന്താവുമെന്നില്ല നമ്മൾ കാണാറുണ്ട്. കെട്ടിത്തൂങ്ങി പൊയിലിട്ട് കല്ലുമ കെട്ടിക്കേട്ട് കൊന്നതും മയ്യത്ത് കെട്ടിത്തൂക്കിയത് കേൾക്കുമ്പോഴാണ് ഈ ചക്കരയുടെ അർത്ഥം നമുക്ക് അന്ന് മനസ്സിലാവാം. പക്ഷെ ഇപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും പ്രയാസിക്കാം. എന്തായാലും ഏറ്റവും മധുരമായി സംസാരിക്കുന്നത് പ്രണയിക്കുന്നവർ തമ്മിലാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഞാൻ അംഗീകരിച്ചു. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും രൂക്ഷമായി, പരുഷമായി, ഏറ്റവും പരുഷമായ ഭാഷയിൽ ആരോടാ സംസാരിക്കൽ? ആ കുട്ടിയുടെ മറുപടി പറഞ്ഞു, ഉമ്മാനോട്. ആ ഉത്തരം ശരിയല്ലേ? ആ ഉത്തരം ശരി. നമ്മളൊക്കെ നമ്മുടെ ഉമ്മാനോട് പോകുമ്പോ, മോനെ ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോ നോക്കിയാ നല്ല തിരക്കാട്ടോ, റോട്ടിൽ കീർത്തനം കേട്ടോ. അത് പറയുമ്പോ ഉമ്മാന്റെ കണ്ണിനൊരു നനവുണ്ടാവും. പക്ഷെ ആ പറഞ്ഞ ഉമ്മാന്റെ മുഖത്തേക്ക് മകനൊരു നോട്ടം നോക്കിയത് കത്തുന്ന നോട്ടം. ആ നോട്ടത്തിൽ എരിഞ്ഞു തീരാതിരിക്കാൻ തലയിലെ പുള്ളിത്തട്ടം കൊണ്ട് കണ്ണു തുറച്ചിട്ടേ ഉമ്മ പതുക്കെ ഉള്ളുകൾ കയറി. മകന്റെ നോട്ടത്തിന്റെ മുമ്പിൽ കുടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉമ്മക്കില്ല, കത്തിപ്പോകും. ഉഫിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒറ്റ ഒച്ച ഉണ്ടാകുമ്പോഴേ സത്യത്തിൽ ഉഫിൻ എന്ന വാക്കിന് ചേർന്നതിന് അർത്ഥമൊന്നുമില്ല. എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയുന്നത്? ഉഫിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വെറുപ്പ്, ദേഷ്യം, അത് പ്രകടിപ്പിക്കുന്ന ഏറ്റവും ലളിതമായ പദം. എന്തിനാ നമ്മൾ വന്നമ്മ ആ സ്കൂൾക്ക് കരഞ്ഞ് മകം വന്ന് പറഞ്ഞല്ലോ, ഇന്ന് ഉമ്മമാരുടെ മീറ്റിംഗ് ആണ്, അതുകൊണ്ട് ഉമ്മാരെല്ലാവരും ഒന്നുമില്ലെങ്കിൽ നാളെ ക്ലാസ് കയറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ നിങ്ങൾ നാളെ നമ്മുടെ ഇളയമാന സ്കൂൾക്ക് പറഞ്ഞേക്കാൻ കേട്ടോ. ഉമ്മാരോട് കുട്ടി പറയണേ, ഇളയമാന സ്കൂൾക്ക് പറഞ്ഞ ഉമ്മ ചെല്ലണ്ടേ. പക്ഷെ എന്തായാലും ഈ കുട്ടിയുടെ ഉമ്മാക്ക് ഒരു മുച്ചിലേക്ക് വരാം, അത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണുമ്പോ പെട്ടെന്നൊരു വൈകല്യം. അപ്പൊ ഈ ഓപ്പറേറ്റ് ചെയ്ത ഈ വൈകല്യമുള്ള മുഖവുമായിട്ട് എന്റെ ഉമ്മ സ്കൂളിൽ വരികയും അതാണ് എന്റെ ഉമ്മ എന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തേണ്ടി വരുമ്പോഴുള്ള ഓന്റെ പ്രയാസം. എന്നിട്ട് ഉമ്മ പോയി, ഉമ്മ പറഞ്ഞു, ഉമ്മനോട് പറഞ്ഞു, ഞാൻ എന്റെ അഞ്ചത്തിനോട് പറഞ്ഞു ഇതൊന്ന് പോവോ, പക്ഷെ ഓർക്ക് പോകാൻ നേരിടാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി. ചെന്ന അനുഭവം ഉമ്മ പറഞ്ഞേ, ഈ മകൻ ആകപ്പാടെ വൈകുന്നേരം ക്ലാസ് ആകെ ഒച്ചമൊഴി, ഉമ്മാനെ ക്ലാസ്സിലേക്ക് ആകെ സീനായി, ആകെ ആ സ്കൂൾ മുഴുവൻ അറിഞ്ഞി. എന്റെ പ്രശ്നം, ഈ മുഖത്തെ വൈരൂപ്യമുള്ള ഉമ്മ സ്കൂളിലേക്ക് വന്നത് മകൻ ഇഷ്ടപ്പെട്ടില്ല. അവ പൊട്ടിത്തെറിച്ചു.
കയർത്ത് സംസാരിക്കരുത്. ദേഷ്യപ്പെട്ട് കാണിച്ചു ഉമ്മാനോടും ബാപ്പാനോടും തർക്കിക്കാൻ വേണ്ടി തെളിവുകൾ തേടുന്നവർക്ക് മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവുന്ന ബാപ്പാനോടും ഉമ്മാനോടും തർക്കിക്കുക. അങ്ങനെയാണ് അതല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്ട് ബാപ്പാൻ ഇമ്മാനെയൊക്കെ തർക്കിച്ച് തോൽപ്പിച്ചിട്ടേ നമ്മളെ ഉമ്മ തോൽക്കുമ്പോ ഉമ്മാന്റെ ദയനീയമായ മുഖത്ത് നോക്കിയിട്ട് എന്ത് സന്തോഷപ്പെട്ടില്ലേ നമ്മളെ ഉമ്മാനെ തോൽപ്പിച്ചിട്ട്, നമ്മളെ ബാപ്പാനെ തോൽപ്പിച്ചിട്ട് ഓരോ മുമ്പിൽ ജയിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടണ്ടേ? നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കരുത്. കയർക്കേണ്ട. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരുപാട് പ്രവണതയുണ്ട്. കാരണം എന്താ അറിയോ? ഓർക്ക് ഇപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളുടെ കൂട്ടത്തിൽ പോകുമ്പോഴേ കൂട്ടുകാരെ കൂടെ നമ്മൾ ഇറങ്ങി പോകുമ്പോ ഓനെ ശരിക്കും നോക്കണം കേട്ടോ, ഓൻ ഇപ്പോഴും അന്തക്കാത്ത പോലെ റോഡിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഓനെ നോക്കണം കേട്ടോ. അത് കേട്ടപ്പോ നമ്മളെ അഭിമാനബോധം മഞ്ഞുകട്ട പോലെ ഉരുകി, ഞാൻ അപ്പോൾ ചെറിയ കുട്ടിയല്ലേ എന്താ പൊട്ടത്തിയ. ഓ, നമുക്ക് എന്തിനാ കൂട്ടരെ നമ്മളെ ഉമ്മ അങ്ങനെ പറഞ്ഞത്? നമ്മളെ ഉമ്മാക്ക് നമ്മൾ എപ്പോഴും കുട്ടിയാണ്. നമ്മളെപ്പോൾ എന്റെ അമ്മ മരണപ്പെട്ടു പോയി, എന്റെ അമ്മ ഉണ്ടെങ്കിൽ എന്റെ അമ്മ ഒരാളെ പരിചയപ്പെടുത്താൻ അതാരാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എന്റെ അമ്മ എന്താ പറയാ? അതിന്റെ ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ എന്റെ മൂന്നാമത്തെ കുട്ടിയാണ്. ഉമ്മാക്ക് നമ്മൾ കുട്ടിയെ കുട്ടനെ. ബാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ എത്ര വലുതായി ഒപ്പം വീശ വെച്ച് കുട്ടിയൊക്കെ എന്തൊക്കെ ആക്കി ജീൻസ് ഒക്കെ നിങ്ങൾ ഈ ആകാശത്തോളം പൊന്തിയാലും നമ്മളെ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ കുട്ടിയാണ്. നമുക്കൊരു ചെറിയ അപകടം പറ്റാതിരിക്കാതെ ഉമ്മമാർക്ക് നമ്മളത്ര അറിവില്ല. അപ്പൊ ഞാന് ഇവിടെ തലമുറ മാറ്റത്തിന്റെ വലിയ പ്രസവവേദന നടക്കുന്നുണ്ട്. ഇത് ലോകത്ത് മൊത്തം നടക്കുന്ന ഒരു ദുരന്ത. ഒരു രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള വലിയ പാർട്ടിയിലൊക്കെ വയസ്സന്മാരെ മാറ്റി ചെറുപ്പക്കാരെ കൊണ്ടുവരുമ്പോഴുള്ള സമരം എല്ലായിടത്തും കേൾക്കുന്നത്. ഒരു തലമുറ മാറ്റത്തിന്റെ ഒരു വലിയ ഒരു മാറ്റം ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അതിന്റെ പ്രയാസങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഞാനൊക്കെ എന്റെ ബാപ്പ 3ാം ക്ലാസ് പഠിച്ചത്. 4ാം ക്ലാസ് പൂർത്തിയാക്കുമ്പോൾ വലിയപ്പത് രോഗിയായതുകൊണ്ട് ബാപ്പാക്ക് പണിക്ക് പോടി വന്നു ബാപ്പ പറയും. 4ാം ക്ലാസ് മാക്സിമം. ഈ ബാപ്പ ഞാന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോ സമയത്ത് പോലും എനിക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ ഞാൻ എന്റെ ബാപ്പാനെ പറഞ്ഞു. അപ്പൊ ഇതെന്താ സംഭവം? ബാപ്പ 3ാം ക്ലാസ് ബാപ്പ നന്നായിട്ട് വായിക്കും, നല്ല ജീവിതാനുഭവം ബാപ്പ. അപ്പോ ഞാൻ എന്തെങ്കിലും സംശയങ്ങൾ എനിക്ക് രാഷ്ട്രീയമായ അല്ലെങ്കിൽ പൊതുവായ ചില കാര്യങ്ങളിൽ വാക്കാർത്ഥം കേട്ടോ, പൊതുവായ ചില കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടാവുമ്പോൾ ഞാൻ ബാപ്പ ഇതെന്തെങ്ങനെ ബാപ്പയ്ക്ക് പറഞ്ഞു. ഞാൻ ഈ മക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ബാപ്പാനോടും ഉമ്മാനോടും അടുത്ത കാലത്ത് സംശയം ചോദിക്കാതിരിക്കാൻ നിങ്ങൾക്കറിയാം നിങ്ങളെ മാതാപിതാക്കളെക്കാൾ ഏറെ നിങ്ങൾക്ക് വിവരമുണ്ട്. ഒരു മൊബൈൽ ഫോണിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ പൈസ അടക്കാൻ നേരത്ത് പൈസ കീശിയിലില്ല, എന്നാൽ ഫോണിലില്ലേ, എന്നാൽ ഗൂഗിൾ പേ ഇതൊന്ന് അയച്ചു കൊടുത്താ ബാപ്പ പൈസ ബാപ്പാൻ്റാണ്, മൊബൈൽ ബാപ്പാൻ്റാണ്, മകൻ ബാപ്പാൻ്റാണ്. പക്ഷെ ഗൂഗിൾ പേ ചെയ്യാൻ എങ്ങനെ ബാപ്പാക്കറിയില്ല. എന്നാ ഇതൊന്ന് അയച്ചു കൊടുത്താ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വലിയ ആളെ പോലെ ഒന്നുകൊണ്ട് ബാപ്പാന്റെ ഫോണൊക്കെ വാങ്ങി തുറന്നിട്ട് അവിടെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇതാ പൈസ അയച്ചു. ബാപ്പ അഭിമാനബോധം കൊണ്ട് ആകാശത്തോളം ഉയരും. ആ മകന്റെ തലയിൽ തള്ളിയിട്ട് ബാപ്പാക്ക് അറിവില്ലാത്തതിന്റെ ഒരു കുറവും ബാപ്പാക്ക് തോന്നില്ല. ആ മകന്റെ തലയിൽ തള്ളിയിട്ട് ബാപ്പ പറയോ എന്റെ കുട്ടിയുടെ അപാര കൈവാട്ടോ. ബാപ്പാർക്കും അറിയാം ഇങ്ങക്കാണ് വിവരം, നിങ്ങൾക്കും അറിയാം ഇങ്ങക്കാണ് വിവരം. അതുകൊണ്ട് നിങ്ങളാകും ബാപ്പാനോടും ഉമ്മാനോടും ഒരു സംശയം ചോദിക്കില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബാപ്പ ഇനി ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് അനുസരിക്കില്ല. എന്താണ് ബാപ്പാക്ക് അന്തല്ല, ഉമ്മാക്ക് അന്തല്ല. ഉമ്മാനോട് പറയും ബാപ്പ അന്തല്ലാതെ ഓരോന്നിങ്ങനെ പറയാം, അത് നിങ്ങൾ എന്നോട് പറയാം, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് മറ്റേ കാലറിയില്ലേ? കാലറിയില്ല, സ്നേഹം കൊണ്ടാണ് കേട്ടോ. അപ്പൊ വല്ലാത്ത കുല്ലവും അവസ്ഥ നല്ല കൗലകരീമകൾ സോഫ്റ്റായ ഒരു കോഴിത്തൂവൽ കൊണ്ട് ഇങ്ങനെ തടവിയാൽ ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അമ്മ ഇങ്ങനെ ഞാൻ സ്കൂളിൽ പോയത് എന്റെ കുട്ടികളൊക്കെ ഇങ്ങനത്തെ കുപ്പായാണ്, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം വെള്ള കുപ്പായിട്ടാണ് വെള്ളിയാഴ്ച, എന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കണ്ടി കുപ്പായിരുന്നു, ഞാൻ മാത്രം വെള്ള കുപ്പായിട്ട് പോയത് ഒരു മൂലയെന്നൊക്കെ വിളിച്ചാൽ ഉമ്മ ഇന്ന് ഞാൻ കണ്ടി കുപ്പായ. അങ്ങനെ പറഞ്ഞ ഇത് എന്താ ഇമ്മ ഏത് അന്തം ഈ കാട്ടിനാണ് ഇമ്മ വരുന്ന അന്തല്ലാത്തമ്മ വെള്ളക്കുപ്പായിട്ട് സ്കൂളിൽ പള്ളിക്കുപ്പായിട്ട് ഓർക്കാ പോക്കാം. ആ അമ്മാന്റെ കണ്ണീരിയുടെ എപ്പോഴാണ് എന്തൊരു നല്ല വർത്താനം അള്ള പറഞ്ഞല്ല. കൂട്ടരെ നിങ്ങളുടെ വാപ്പാൻ നിങ്ങൾക്കറിയാലോ, സ്നേഹിക്കുന്ന ഒരാളോട് നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെയും പ്രധാനപ്പെട്ടയുമായ ഉപാധി സംസാരം തന്നെയല്ലേ?
നല്ല വർത്താനം പറഞ്ഞല്ലേ നമ്മളൊരാളെ സ്നേഹിക്കൽ, നല്ല വർത്താനം പറഞ്ഞല്ലേ നമ്മളെ സ്നേഹം നിലനിർത്തൽ. എപ്പോഴെങ്കിലും ആ വാക്കൊന്ന് പതറിയാൽ ആ സ്നേഹം മുറിഞ്ഞ് നമുക്കറിയില്ലേ. എന്ത് എന്മാരോട് വാക്കുണ്ട് നല്ല വർത്താനം പറഞ്ഞാല് മാന്യമായ സോഫ്റ്റായ വർത്താനം പറയാം. പിന്നെ ഒരു കാര്യം കൂടി അമ്മ പറയുന്നുണ്ടോ, ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ പറയുന്നത്? നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ചിറക് കൊണ്ട് നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഇരിക്കുന്നത് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എപ്പോഴാണോ അപ്പോ വീട്ടിലെത്തിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പണി, ഉമ്മയുടെ വീട്ടിൽ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ആ ഉമ്മാനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാന്റെ കവിളത്തിൽ ഉമ്മ കൊടുക്കണം. എല്ലാവരും ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി, എന്റെ മക്കൾക്ക് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് നമ്മുടെ ഉമ്മ ഉത്തരം പറയട്ടെ. ഒരു സ്നേഹത്തിന്റെ നമ്മുടെ ഉമ്മാനൊക്കെ എത്ര വയസ്സായിക്കോട്ടെ ആ ഉമ്മാനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാന്റെ കവിളത്തൊക്കെ ഒന്ന് തലോടി ആ ബാപ്പാന്റെ നരമ്പ് പടച്ച കാണാൻ വികൃതമായ കമ്പി പോലത്തെ ബാപ്പാന്റെ ആ കൈവിരലുകളൊക്കെ ഒന്ന് തലോടിയിട്ട് നിങ്ങൾ ബാപ്പാനോടൊന്ന് ചേർന്നിരുന്നു. ഈ കൂട്ടുകാരുടെ മടിയിലൊക്കെ തലവെച്ച് കടന്ന് സ്വപ്നം കണ്ട് അങ്ങനെ നടക്കുന്നവരല്ലേ നമ്മളൊക്കെ. നമ്മുടെ ഉമ്മാന്റെ മടിയിൽ കടന്ന് ഉമ്മാന്റെ കൈവിരലൊക്കെ എടുത്ത് ബാപ്പാനോടൊക്കെ ഒന്ന് ചേർന്ന് നിന്ന് ബാപ്പാന്റെ കവിളത്തിന് മുട്ടൊക്കെ വെച്ച് നിങ്ങൾ ജീവിച്ചോക്കാണി നിങ്ങളുടെ വീട് സ്വർഗാവും. നിങ്ങളുടെ ബാപ്പി ഈ ലോകത്തിലെ രാജാക്കന്മാരാകും. അവർ ലോകത്തിന്റെ നെറുകയിലെത്തും. ആ നെറുകയിലെത്തിയിട്ട് അവര് നെഞ്ചു പടഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. പടച്ചോനെ എന്റെ കുട്ടികൾ കഷ്ടപ്പെടുന്നിട്ടോ പൊന്നാര മക്കളെ, അത്തരം ഒരു പ്രാർത്ഥന ഈ ലോകത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ രണ്ട് മനസ്സല്ലാതെ മൂന്നാമത്തെ ഒരു മനസ്സ് ഈ ലോകത്തുണ്ടോ? ഉണ്ടോ? ഞാൻ തറപ്പിച്ചു പറയുകയില്ല, സത്യമായിട്ടുമില്ല. ഉണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാജമാണ്, അത് തെറ്റാണ്, അബദ്ധമാണ്, മണ്ടത്തരമാണ്. ആ രണ്ട് മനസ്സുകളോളം നമ്മളെ സ്നേഹിച്ച ഒരു മനസ്സില്ല. ഇപ്പോ വർത്തമാന കാലത്ത് മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്ന് മക്കളെ തട്ടിത്തെറിപ്പിക്കുന്ന 2-3 കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയമല്ല, പറഞ്ഞു പോകുന്നു. ഒന്നാമത്തേത് വൃത്തികെട്ട പ്രണയമാണ്. വൃത്തികെട്ട പ്രണയം, അടിസ്ഥാനമില്ലാത്ത പ്രണയം. ഒരുത്തിനെ കാണുക, ഓളെ സ്നേഹിക്കണം, വേറെ കൂട്ടുകാരുടെ സഹായം തേടുക, എന്നിട്ട് ഏതെങ്കിലും കോലത്തിൽ മൊബൈൽ നമ്പർ വാങ്ങുക, ചോക്ലേറ്റ് കൊടുക്കുക, സ്നേഹിക്കുക, പിന്നെ പോവുക, ബൈക്കും വരെ അങ്ങോട്ട് ഇങ്ങോട്ട് റൂമിൽ പാർക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടാണ്ട് കഴിഞ്ഞു. ജീവിതത്തിന്റെ ത്രില്ല് കഴിഞ്ഞു. അവസാനം ത്രില്ലോടുകൂടി ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയത്ത് കരിമ്പിൻ ചണ്ടി പോലെ ഒന്നിനും പറ്റാത്തവരായി കല്യാണ പെണ്ണ് വാതിലടച്ച് ഉള്ളുകുത്തിരിക്കുക, പുറത്തിറങ്ങുന്നില്ല. ചെറുക്കം പുറത്ത് വന്നിട്ടുണ്ട്, ഓരോ ഡ്രസ്സ് മാറാൻ വേണ്ടി ഡ്രസ്സുമായിട്ട് ആൾക്കാർ വന്നിരിക്കുക. പെണ്ണ് വാതിലടച്ച് ഉള്ളിരിക്കുക, ഡോർ തുറക്കുന്നില്ല. കല്യാണ പന്തലിലാകെ ആശങ്കയായി. ബാപ്പ കരഞ്ഞു, ഉമ്മ കരഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ആ വാതിൽ കൊട്ടി, മോളെ ഞാനാണ് എന്റെ ഉസ്താദ് അടുത്തോട്ട് വാതിൽ തുറന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഉസ്താദ് എന്റെ ഭർത്താവ് എത്ര നല്ല ചെറുപ്പക്കാരൻ, നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല, പക്ഷേ ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ പോകാനുള്ള യോഗ്യത എനിക്കില്ല. പഠിക്കുന്ന കാലത്ത് വൃത്തികെട്ട പ്രണയത്തിന്റെ വൈകതങ്ങളിൽ എന്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കേണ്ട എന്നിൽ നിന്ന് എന്താണോ ആ ചെറുപ്പക്കാരൻ പ്രതീക്ഷിക്കുന്നത് അതെനിക്ക് നഷ്ടമായിട്ടുണ്ട്. അയാളെ ചതിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ അയാളുടെ മുമ്പിലേക്ക് പോകില്ല. എനിക്ക് കല്യാണം വേണ്ട. ഒരു പെൺകുട്ടിയുടെ മനസ്സറിഞ്ഞ കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? എന്തിനാ ജീവിതം കളയുന്നത്? നമ്മുടെ മാതാപിതാക്കൾ നമ്മളൊക്കെ പ്രസവിച്ചിട്ട് നമ്മളങ്ങനെ വിട്ട് കിടത്തിയിട്ട് ആശുപത്രിയിൽ നിന്ന് ഉമ്മ വീട്ടിൽ വരുമ്പോ ആ ഉമ്മാന്റെ വലതുഭാഗത്ത് കുട്ടിനെ കിടത്തിയിട്ട് ഇപ്പുറത്ത് ബാപ്പ അങ്ങനെ കടന്നിട്ട് താടിക്ക് കയ്യും വെച്ച് രണ്ടാളും നമ്മളെ കുട്ടിനെ അങ്ങനെ നോക്കിയിട്ട് അന്ന് അവർ കണ്ട ഒരു സ്വപ്നമുണ്ട്. ഒരു സ്വപ്നം, വല്ലാത്ത സ്വപ്നാണ്. ആളുകൾ തിങ്ങി നിറഞ്ഞ കല്യാണ പന്തലിലേക്ക് പുതുമണവാളനായി നമ്മൾ കയറി ചെല്ലുന്നത്, നമ്മുടെ മുമ്പിലേക്ക് തല വിളിച്ചുകൊണ്ട് പുതുമണവാട്ടിയായി നമ്മുടെ മകൾ കയറി വരുന്നത്, അതൊക്കെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നങ്ങളെ തച്ചു തല്ലിത്തകർത്ത് കല്യാണ തലേന്ന് ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നെഞ്ചുപൊട്ടി നമ്മുടെ മാതാപിതാക്കൾ മരിക്കാത്തത് നെഞ്ചിന്റെ ഉറപ്പോടല്ല, അള്ളാന്റെ കാരുണ്യം കൊണ്ട. പ്രണയം വലിയ അപകടം. ഇതിന്റെ പെൺമക്കളോട് ഞാൻ തീർത്തു പറയട്ടെ, പ്രണയം ഒരു വല്ലാത്ത അപകടം. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളെ പഠിക്കാത്തവരാക്കി മാറ്റി, നല്ല കുട്ടികളെ മോശമുള്ളവരാക്കി മാറ്റി, ജീവിതത്തിന്റെ ചാരിത്രങ്ങളെ കാത്തുസൂക്ഷിച്ച പെൺകുട്ടികളെ കരിമ്പിൻ ചണ്ടി പോലെയാക്കി കാത്തുസൂക്ഷിക്കാൻ പവിത്രമായ ഒരു ഹൃദയം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പെൺമക്കളെ മാറ്റിയെടുക്കുന്ന ചതിയന്മാരായ ആളുകൾ കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന പ്രണയലോകത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളെ പോകരുത്. ഇസ്ലാമിൽ പ്രണയത്തിൽ ഭയങ്കര ഇഷ്ടം. ഇസ്ലാമിൽ പ്രണയിക്കുന്നവർക്ക് ഇസ്ലാം ഭയങ്കര കൂലിയ പ്രഖ്യാപിച്ച്, പക്ഷേ അത് വിവാഹത്തിന് ശേഷമാണ്.
വിവാഹത്തിന് മുമ്പുള്ള പ്രണയം ഇസ്ലാമിൽ കടുത്ത കുറ്റമാണ്. വിവാഹത്തിന് ശേഷമുള്ള പ്രണയം ഇസ്ലാമിൽ ഭയങ്കര കൂലിയുള്ള കാര്യം. ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രണയത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഭയങ്കര കൂലിണ്ടെന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഞാൻ പ്രവാചകന് കുടിക്കാൻ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഒരു പാനീയം പ്രവാചകന് കൊടുക്കുകയാണെങ്കിൽ പ്രവാചകന്റെ മുമ്പിൽ എത്തിയാൽ പ്രവാചകൻ കാണെ ആ പാത്രം എന്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് ഒരിറക്ക് ഞാൻ വിട്ടു. ആദ്യം റസൂലുള്ളാഹി കാണെ എന്നിട്ട് ഞാൻ ആ പാത്രം ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഭാര്യ ഭർത്താവിനെ കട്ടൻ ചായ കുടിക്കുമ്പോ ഓളെങ്ങാനും ഒരു കുടി കുടിച്ചു ആ ഗ്ലാസ് കൊടുത്താലേ ഓളെ മൂന്നമകൻ പോലെ വാപ്പാക്കുണ്ടെങ്കിൽ കൊടുത്തത് എന്റെ എച്ചില്. അഥവാ ഞങ്ങളുടെ പാരാമാത്രം ധൈര്യമില്ലെങ്കിൽ ഓട് കാണാതെ തുണിന്റെ തലോണ്ട് ആ ഗ്ലാസിന്റെ വക്കും നിങ്ങൾ തോർത്തു എന്നിട്ട് കുടിച്ച. ആയിഷ നീ പറയണേ, ഞാൻ കുടിച്ച പാത്രം പ്രവാചകന് കൈമാറിയാൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്, ഞാൻ കുടിച്ച പാത്രത്തിന്റെ ഏത് ഭാഗത്താണോ എന്റെ ചുണ്ടിന്റെ നനവ് പടർന്നത് അതേ ഭാഗത്ത് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് അള്ളാഹുവിന്റെ ഹബീബ് അത് കുടിക്കാറുള്ളൂ. പ്രണയമാണ്, അനശ്വരമായ പ്രണയം, മുറിച്ചു മാറ്റാൻ പറ്റാത്ത പ്രണയം. പ്രണയിച്ച പെണ്ണിനെ തന്നെ കെട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു മക്കളെ, പ്രണയിക്കരുത്. പക്ഷേ കെട്ടിയ പെണ്ണിനെ പ്രണയിക്കണം, മരണം വരെ പ്രണയിക്കണം, ജീവന തുല്യമായി പ്രണയിക്കണം. അതാണ് പ്രണയം, അതാണ് മധുരമുള്ള പ്രണയം, അതാണ് ലോകത്തിലെ സത്യസന്ധമായ പ്രണയം. അപ്പോ ഈ വൃത്തികെട്ട പ്രണയത്തിലേക്ക് എന്റെ മക്കളെ, നിങ്ങളുടെ മക്കളാണ്. ഞാൻ എന്റെ മക്കളെ, എന്റെ മകളെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളോട് പറയട്ടെ, വൃത്തികെട്ട പ്രണയത്തിന് കണ്ണു കൊടുക്കരുത്, കാത് കൊടുക്കരുത്, മൊബൈൽ കൊടുക്കരുത്, നമ്പർ കൊടുക്കരുത്, സമയം കൊടുക്കരുത്, ജീവിതം കൊടുക്കരുത്, ശരീരം കൊടുക്കരുത്. ചതിയാണത്, അള്ളാഹുവിനോടുള്ള ചതിയാണ്, മാതാപിതാക്കളോടുള്ള ചതിയാണത്, മറക്കരുത്. ആൺമക്കളെ, ഏറ്റവും വലിയ ദുരന്തമായി നിങ്ങളെ വേട്ടയാടുന്നത് ഒന്ന് മൊബൈൽ ഫോണാണ്, രണ്ട് ലഹരിയാണ്. ഇത് രണ്ടും ഭയങ്കരമായ കെണികളാണ് തീർക്കുന്നത്. നമ്മുടെ മക്കളെ ഊർജമുള്ള തന്റേടമുള്ള ഞങ്ങൾ സ്വപ്നങ്ങൾ കാണുന്ന ഞങ്ങളുടെ മക്കളെ മൊബൈൽ ഫോണുകളും ലഹരിയും വല്ലാത്ത ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്നേഹിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഒരു കാര്യം അവർ പറയില്ല, നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഒരു കാര്യം അവർ കൽപ്പിക്കില്ല, നിങ്ങൾക്ക് ദോഷകരമാകുന്ന ഒന്നും അവർ നിങ്ങളോട് പറയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒന്നുകൂടി നെഞ്ചകത്ത്, നെഞ്ചിന്റെ മതിൽക്കെട്ടിൽ വലിയ അക്ഷരത്തിൽ കൊത്തിവെക്കുക, എന്റെ ബാപ്പയെയും ഉമ്മയെയുമാണ് എനിക്കിഷ്ടം. എന്റെ ബാപ്പയെയും ഉമ്മയെയുമാണ് എനിക്കേറെ ഇഷ്ടമെന്ന് ആ നെഞ്ചിന്റെ മതിൽക്കെട്ടിൽ വലുതായിട്ട് എഴുതി. ആര് ആ നെഞ്ചിലേക്ക് എത്തി നോക്കിയാലും അവർക്ക് ആദ്യം കാണിച്ചു കൊടുക്കുക, ഞാൻ സ്നേഹിക്കുന്ന ഒരു ബാപ്പയും ഉമ്മയും എനിക്കുണ്ട്, അവരുടെ സ്നേഹത്തിനപ്പുറം എനിക്ക് ആരെയും സ്നേഹിക്കാനാവുകയില്ല എന്ന് അറിയിച്ചു കൊടുക്കുക. അല്ലെ സിയാരി, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമാണ്. ഈ കോവിഡ് മാഹിനി ലോകത്തിന് മുഴുവനും വലിയ പ്രയാസത്തിലായിട്ടുമ്പോഴും അള്ളാഹുവിന്റെ ദീനിന്റെ നേര് കൃത്യമായി നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഒരു സിയാറി നിങ്ങളുടെ മുമ്പിലുണ്ട്. വഴിമാറി പോകാതിരിക്കാൻ, തെറ്റിപ്പോകാതിരിക്കാൻ, നല്ല മൂല്യങ്ങളുള്ളവരായി നമ്മൾ വളരാൻ കോട്ടക്കൽ മണ്ഡലം MS സംഘം പറ്റി എത്ര നോക്കിയാൽ ഈ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടാ ഒരുപാട് പ്രയാസമുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞറിയില്ല, ഒരുപാട് പ്രയാസമുണ്ട്. ആ പ്രയാസം സഹിച്ച് ഈ ഹാളിങ്ങനെ നിറഞ്ഞ് പുറത്ത് ആളുകൾ നിൽക്കുന്നത് എന്റെ സംസാരം കേൾക്കാനല്ല, ഈ സദസ്സിന്റെ ഗൗരവം കൊണ്ടാണ്, ഈ സദസ്സിന്റെ മഹത്വം കൊണ്ടാണ്. നിങ്ങൾ സിയാറിയുടെ തുടർ പഠിതാക്കളെന്ന് മാത്രമല്ല, ഒരാളെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളൊരു കൂട്ടുകാരി നാളെ ഈ സിയാറിൽ ചേർന്ന വഴി നോക്ക് നല്ല ഒരു കളിയൊക്കെ ജിന്നപ്പോ അല്ല മെസ്സിന്റെ കളി കാണാനോ നെയ്മറുടെ കളി കാണാനോ പോകല്ലാതെ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഇന്നെ വിളിക്കുക. അവരോട് പറയാം, ഖുർആൻ അല്ല, ജീവിതത്തെ മനോഹരമാക്കുന്ന, ദീപ്തമാക്കുന്ന, പ്രകാശിതമാക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കാനാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി ഇതിൽ പങ്കാളികളാക്കണം. രക്ഷിതാക്കളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്റെ സദസ്സിൽ ഇനിയും ദീർഘിപ്പിക്കാൻ പാടില്ല, ഈ മക്കളുടെ മുമ്പിൽ ഇനിയും ഞാൻ സംസാരിക്കാൻ പാടില്ല. ഇത്രയും നേരം അവർ ഈ കണ്ണുകളും മനസ്സുകളും എനിക്ക് തന്ന് എന്നെ നോക്കി നിന്നത് എന്നോട് കാണിച്ച ഏറ്റവും വലിയ ആദരവാണ്. ആ ആദരവ് ഒന്നുകൂടി ഞാൻ നീട്ടിയാൽ അത് അനാദരവായി മാറുന്നത് ഞാൻ കാണേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് രക്ഷിതാക്കളോട് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല നമ്മുടെ സംസാരങ്ങളൊക്കെ, കേൾവികളും കാഴ്ചകളും ഒക്കെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതാക്കി മാറ്റി തരുമാറാവട്ടെ. നല്ല കൺകുളിർമയുള്ള മക്കളുടെ മാതാപിതാക്കളാവാനും കൺകുളിർമയുള്ള കുടുംബങ്ങളിൽ അംഗങ്ങളാവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വർത്തമാനകാലത്തെ എല്ലാ ദുരന്ത വർത്തമാനങ്ങളിൽ നിന്നും അല്ലാഹു നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്നേഹത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കുവാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.